ഇസ്രാ മിഅ്റാജ് സംഭവത്തെ അധികരിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഇന്നത്തെ പകല് നോമ്പനുഷ്ഠിച്ചവരുണ്ട്, ഖുർആൻ ഓതിയവര്, മറ്റു ദിക്റുകളും മറ്റു ഒരുപാട് ഇബാദത്തുകൾ ചെയ്തത്. ഇനി വരും ദിവസങ്ങൾ ശുദ്ധ റമളാനിനെ അറിയിച്ചുകൊണ്ട് ശഅബാൻ വരെ കഴിഞ്ഞാൽ പിന്നെ റമളാനിലേക്ക് പ്രവേശിക്കാനും ഒരുപാട് നന്മകൾ വർദ്ധിക്കാനും ചെയ്തുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാനുമുള്ള സമയങ്ങളാണ്. എത്രയും പ്രധാനപ്പെട്ടത് ഇസ്രാ മിഅ്റാജ് പോലെയുള്ള വലിയ ഒരു സംഭവം ഈ ദിവസങ്ങളിലാണ്, ഈ മാസത്തിലാണ് അള്ളാഹു തആല തെരഞ്ഞെടുത്തത് എന്നത് മാത്രം ഈ മഹത്തായ റജബ് മാസത്തിന്റെ പുണ്യം മനസ്സിലാക്കാൻ അത് മതിയെന്നാണ് പറയാം. അള്ളാഹു തആലയുടെ നമ്മളൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, അവർക്കൊക്കെ കൊടുത്തട്ടെ. നമ്മിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കും കൂടെ ഈ സ്ഥാപനം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ പ്രവർത്തിക്കുന്നവർ മരിച്ചുപോയവർ എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു 11 മണിക്ക് നിർത്തുക എന്ന് കണക്കാക്കിയാൽ നമ്മുടെ മുമ്പിൽ ഒരു 1.25 മണിക്കൂറാണ് ഉണ്ടാവുക. ഇതിലേറെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ഉള്ളിൽ ഒരു 1.25 മണിക്കൂറിന്റെ സമയത്തിനുള്ളിൽ 1 മണിക്കൂർ 16 മിനിറ്റ് നമ്മുടെ സമയം കണക്കാക്കിയാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് മുമ്പ് അറിഞ്ഞതുണ്ടാവും. ഒന്ന് പൊടി തട്ടിയെടുക്കാൻ, ഓർമ്മിച്ചെടുക്കാൻ ഒക്കെ സഹായകമാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഇസ്രാ എന്നാണ്. ഒരു സൂറയെ അള്ളാഹു പേര് വെച്ചത് സൂറത്തുൽ ഇസ്രാ. ആ സൂറയുടെ ആരംഭം അള്ളാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാന എന്ന വാക്കുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സുബ്ഹാനഹ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവാണ് അല്ലാഹുവിന്റെ ദാസനായ അടിമയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ ഒരൽപ്പ സമയത്തിനുള്ളിൽ യാത്ര ചെയ്യിപ്പിച്ചത്. മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, ഈലിയായിലെ ബൈത്തുൽ മുഖദ്ദസിലെ ഖുബ്ബത്തു സുഹ്റക്കടുത്തുള്ള അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയ അല്ലാഹു വലിയ മഹോന്നതനാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പള്ളിയുടെ ചുറ്റുഭാഗവും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് നബിയെ കൊണ്ടുപോയത്. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നബിയെ കാണിച്ചു കൊടുക്കാൻ. ഇന്നഹു, തീർച്ചയായും അല്ലാഹു, ഹുവസ് സമീഅ, അല്ലാഹുവാണ് എല്ലാം കേൾക്കുന്നത്. അൽ ബസീർ, അല്ലാഹുവാണ് എല്ലാം കാണുന്നവൻ. ഈ സൂറയുടെ തൊട്ട് മുമ്പത്തെ സൂറത്ത് സൂറത്തുൻ നഹ്ലാണ്. സൂറത്തുൻ നഹ്ൽ അവസാനിക്കുന്ന ആയത്തും സൂറത്തുൽ ഇസ്രാഇന്റെ ആരംഭമായത്തും ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ ആദ്യവും തമ്മിൽ ബന്ധമുണ്ടാവും. സൂറത്തുൻ നഹ്ൽ നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ് ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. بسم الله الرحمن الرحيم سبحان الذي أسرى بعبده واصبر, അങ്ങ് ക്ഷമിക്കണം നബിയെ. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന മഹത്തായ കഴിവ് കൊണ്ടല്ലാതെ ക്ഷമിക്കാൻ അങ്ങേക്ക് സാധിക്കുകയുമില്ല.
അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു സഹായമില്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല നബിയെ. കാരണം നബിതങ്ങളെ ശത്രുക്കൾ ബുദ്ധിമുട്ടാക്കിയത് അത്രക്കാണ്. വലാ തഹ്സൻ അലൈഹിം, അങ്ങയുടെ ശത്രുക്കൾ അങ്ങയെപ്പറ്റി പറയുന്നത് അതോർത്തുകൊണ്ടങ്ങ് സങ്കടപ്പെടരുതേ നബിയെ. വലാ തഖു ഫീ ളൈഖിൻ മിമ്മാ യൻകുറൂൻ, അങ്ങയെ വഞ്ചിക്കുവാനും അപായപ്പെടുത്തുവാനും അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഓർത്തങ്ങ് വിഷമിച്ചു പോകരുത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരുടെ കൂടെയുണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവരോട് കൂടെയും അല്ലാഹു ഉണ്ട് നബിയെ, അല്ലാഹു കൂടെയുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, ആ അല്ലാഹു അവന്റെ റസൂലിനെ കൊണ്ടുപോയിരിക്കുന്നു. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, ആരാ കൊണ്ടുപോയത്? അല്ലാഹു. ആരെ? തിരുനബിയെ കൊണ്ടുപോയി. എന്താ കാരണം? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, അല്ലാഹു തഖ്വ ചെയ്യുന്നവരോട് കൂടെയുണ്ട്, അല്ലാഹു നന്മ ചെയ്യുന്നവരോട് കൂടെയുണ്ട്. അല്ലാഹുവിന്റെ സാമീപ്യം നബിക്ക് കിട്ടാൻ കാരണം നബിയാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അല്ലാഹുവിനെ ഭയപ്പെട്ടത് നബിയാണ്. വല്ലാഹി ഇന്നി ലഅത്ഖാകും ലില്ലാഹ് ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എനിക്കാണ്, നിങ്ങളിൽ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയിൽ ജീവിക്കുന്നതും ഞാൻ തന്നെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങളാണല്ലോ മുഹ്സിൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന പോലെ ഇബാദത്ത് ചെയ്യണേ. നിങ്ങൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹു അവരോടൊപ്പമുണ്ട്. ആ മഅയ്യത്ത് നബിക്ക് കൊടുത്തതാണ് ഇസ്രാഉം മിഅ്റാജും. അല്ലാഹുവിന്റെ ആ ഒരു സാമീപ്യം, അല്ലാഹു കൂടെയുണ്ട് നബിയെ, അങ്ങ് വിഷമിക്കരുത് എന്ന് നബിയെ സമാധാനിപ്പിക്കാൻ അല്ലാഹു കൊണ്ടുപോയതാണ് അൽ ഇസ്രാ വൽ മിഅ്റാജ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ യാത്രയാണ്, നൈറ്റ് ജേണി. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അസെൻഷൻ, ആകാശത്തേക്കുള്ള ഉയർച്ചയാണ്. മക്കയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിക്കാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാം. ഹറാം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി കാണും. ഒന്ന് നിരോധിക്കപ്പെട്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. മറ്റൊരർത്ഥം വളരെ സീക്രട്ട്, വളരെ മഹത്വമുള്ളത് എന്നാണ്. അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ പള്ളി എന്നാണ് ആ ഹറാമിന്റെ അർത്ഥം. അവിടെ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. ഉദ്ദേശം 1500ഓളം കിലോമീറ്ററുകൾ ദൂരം വരുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് തിരുനബിയെ കൊണ്ടുപോയത് അല്ലാഹു വലിയ മഹോന്നതനാണ്. അല്ലാഹു സുബ്ഹാനയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. സുബ്ഹാനക യാ റബ്ബ് എന്ന് പറയണമെന്നാണ്. സുബ്ഹാന എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്കിടയിൽ സുബ്ഹാന എന്ന് വന്നാൽ സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്, നിന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുകയാണ്. തിരുനബിയെ അല്ലാഹു കൊണ്ടുപോയ ഈ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അന്നറിയപ്പെടുന്നത് ഈലിയ എന്നാണ്. ഇന്നാണ് അൽ ഖുദ്സ് അല്ലെങ്കിൽ ജെറൂസലേം എന്നറിയപ്പെടുന്നു. അന്ന് മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന ആ പള്ളിയുടെ ആ സ്ഥലത്തിന്റെ പേര് ഈലിയ എന്നാണ്. ആ പള്ളി ഉണ്ടാക്കിയത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അവർക്ക് പിറകെ വന്ന അമ്പിയാക്കന്മാർ അവരൊക്കെ ഇത് പരിപാലിച്ചു പോന്നു. അവിടെയാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ജീവിച്ചു പോയത്. ആ നാട്ടിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മഖാം നിലനിൽക്കുന്ന അവരുടെ മഖ്ബറയുള്ള സ്ഥലത്തിന്റെ പേര് ഖലീൽ എന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീൽ എന്നതിന് ജൂതന്മാരിട്ട പേര് ഹിബ്രോൺ എന്നാണ്. അതുകൊണ്ട് ഇന്നറിയപ്പെടുക ഹിബ്രോൺ. ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെയാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം വന്നത്. മൂസ നബി അലൈഹിസ്സലാമിന്റെ അവസാന കാലം ഈജിപ്തിൽ നിന്ന് ജെറൂസലേമിലേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലും നാട് കടന്നിട്ടുണ്ട്. അവരെത്തിച്ചേർന്നത് ഇവിടെയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ അരികത്തേക്കാണ്. അവിടെയാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അവിടെയാണ് ഈസ നബിയെ നോക്കിയ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം വന്നത്. അവിടെ തന്നെയാണ് യഹ്യ നബി അലൈഹിസ്സലാം വന്നത്. ഇവരൊക്കെ വന്ന ആ ഒരു സ്ഥലം അല്ലദീ ബാറക്നാ ഹൗല, ആ പള്ളിക്ക് ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ചുറ്റും ബറക്കത്തുണ്ടെങ്കിൽ ആ പള്ളിയുടെ ബറക്കത്ത് എത്രയാണ്?
അതിന്റെ ചുറ്റും ഇത്രക്കുണ്ടെങ്കിൽ ആ സ്ഥാനത്തിന്റെ മഹത്വം എത്രയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാറകനാ ഹൗലഹു എന്ന് പറയാൻ കാരണം. അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് തിരുനബി കൊണ്ടുപോയ റജബ് 27 രാവിലായിരുന്നു ഇത് സംഭവിച്ചതെന്ന് ഉലമാ അഭിപ്രായപ്പെട്ടു. ആ പരിശുദ്ധമായ യാത്രയാണ് നമ്മൾ ഇസ്റാ എന്ന് പറയാം. മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്ത് മനോഹരമായൊരു പാറക്കൂട്ടമുണ്ട്. ആ പാറക്കൂട്ടം, അതിന്റെ മുകളിൽ നിന്ന് ഖുബ്ബ നാക്ക് എന്ന വാഹനം കെട്ടി എവിടെയാണ്? ആ പാറയുടെ മുകളിൽ നിന്നാണ് 7 ആകാശങ്ങളിലേക്കുള്ള മിഅ്റാജ് നടന്നത്. ആ സ്ഥലത്ത് ഉണ്ടാക്കിയ പള്ളിയാണ്. അമ്മവി ഭരണാധികാരികൾ ഉണ്ടാക്കിയ പള്ളിയുടെ പേരാണ് എത്ര മഹത്തരമാണ്. നമുക്ക് എത്തിച്ചു തരാമെന്ന ആളാണ്. കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ അല്ലല്ലോ മഹത്വം, അത് സ്വീകരിക്കുന്ന ആൾക്കാണല്ലോ എന്ന രീതിയിൽ ആ നബിയെ അല്ലാഹു കൊണ്ടുപോവുകയാണ്. നബിയെ കൊണ്ടുപോയത് ശരീരം കൊണ്ടാണ്. ബിഅബ്ദിഹി, റൂഹും ജസദും കൂടുമ്പോഴാണ് അബ്ദ് എന്ന് പറയാ. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, കണ്ടില്ലേ എന്റെ അബ്ദ് നിസ്കരിക്കുമ്പോൾ ആ അബ്ദിനെ നിസ്കരിക്കാൻ സമ്മതിക്കാത്തവനെ നിങ്ങൾ കണ്ടില്ലേ? അബൂജഹലിനെ കുറിച്ച് ചോദ്യം. ആരാ നിസ്കരിക്കുന്നത്? അബ്ദ്. നിസ്കാരം ശരീരം കൊണ്ടും റൂഹും കൊണ്ടുള്ള ജോലിയാണ്. റൂഹും ശരീരത്തിൽ ആത്മാവുള്ളപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുക. അതുകൊണ്ട് അബ്ദ് എന്ന വാക്ക് നബിതങ്ങളുടെ ആ യാത്രയിൽ ശരീരം കൂടെയുണ്ട്. ആത്മീകമായ യാത്ര മാത്രമായിരുന്നില്ല. അത് ഒരു സ്വപ്നദർശനം മാത്രമായിരുന്നില്ല. അത് കേവലം ആത്മീയമായൊരു യാത്ര. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് 40 ദിവസമെടുക്കുന്ന ആ യാത്ര രാത്രിയിലെ ഒരൽപ്പ സമയം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറയുന്ന ഇസ്റാ നബിതങ്ങളുടെ മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംറുൻ ഖാരിഖുൻ ലിൽ ആദ, മനുഷ്യന്റെ ബുദ്ധിക്കതീതമായത്, മനുഷ്യരെ കൊണ്ട് സാധ്യമല്ലാത്തത്, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് പോലും, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവർ ചെയ്യുന്ന അത്ഭുതങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കാണ് നമ്മൾ കറാമത്ത് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും അള്ളാഹുവിന്റെ അംബിയാ ഇന്നും ഔലിയാ ഇന്നും, അംബിയാ ഇന്നും മുഅ്ജിസത്തും ഔലിയാ ഇന്ന് കറാമത്തും ഇസ്ബാത്ത് ചെയ്യൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു യാത്ര പോയില്ല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്റാഇനെ നിഷേധിച്ചു കഴിഞ്ഞാൽ. മിഅ്റാജ് ആകാശയാത്രയാണ്. ആകാശയാത്രയെ ഒരാളെ നിഷേധിച്ചാൽ അയാൾ ഫാസിഖാൻ, കടുത്ത തമ്മാടിയാണ്. അവൻ വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തത്. പക്ഷെ ഇസ്ലാമിന് പുറത്തുപോകില്ല. എന്റെ കാരണം എന്നറിയോ? മിഅ്റാജിന്റെ വിഷയം അല്ലാഹു ഖുർആനിൽ ഒരു സൂചനകളിലൂടെയാണ് തന്നത്. വ്യക്തമായി ഇസ്രാ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല. അല്ലാഹു സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. സൂറത്തുൻ നജ്മിൽ ثم دنا فتدلى فكان قاب قوسين أو أدنى ما كذب الفؤاد ما رأى لقد رأى من آيات ربه الكبرى. ഈ ആയത്തുകൾ സൂറത്തുൽ നജ്മിൽ കാണാം. അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ നിബിധങ്ങൾ കണ്ടിട്ടുണ്ട്. മാ കദബൽ ഫുആദു മാ റഅ, അവിടുന്ന് കണ്ടത് ആ നബിയുടെ ഹൃദയം ഒരിക്കലും കളവാക്കിയില്ല. കണ്ടത് ശരി തന്നെ. ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിന്റെ വലിയ അത്ഭുതങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടല്ലോ. ഇത് പറയുന്നത് അല്ലാഹുവിനെ കണ്ടതാണോ അതല്ല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതാണോ? മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ثم دنا فتدلى فكان قاب قوسين أو أدنى, നബി തങ്ങൾ അത്രക്കുമേൽ ആ സന്നിധാനത്തേക്ക് അടുത്തിരുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം അള്ളാഹുവിന്റെ അരികത്തേക്ക് ഇരുന്നതാണോ അതല്ല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അരികത്തേക്കോ? ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് മിഅ്റാജിനെ നിഷേധിച്ചാൽ കാഫിറല്ല എന്ന് പറയാൻ കാരണം.
ഇസ്രാ എന്നത് ഖുർആനിന്റെ സ്വരീഹായ നസ്സാണ്, വളരെ വ്യക്തമായ എന്ന വിഷയമാണ്. അതിൽ രണ്ടാമതൊരു അഭിപ്രായത്തിന് ചാൻസ് ഇല്ല. അത് സംഭവിച്ചുവെന്ന് ഉറപ്പാണ്. ഇസ്രാ സംഭവിച്ചുവെന്ന് ഉറപ്പ്, മിഅ്റാജ് സംഭവിച്ചുവെന്ന് ഉറപ്പ് തന്നെ. പക്ഷേ എന്തുകൊണ്ട് അല്ലാഹു മിഅ്റാജിനെ വ്യംഗ്യമാക്കി വെച്ചു, ഇസ്രായിനെ മാത്രം എന്തുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു? അല്ലാഹു രണ്ടും ചെയ്യാമായിരുന്നല്ലോ. ഒരു ചോദ്യം വരും അവിടെ. അതിന് മുഫസ്സിരീൻ തരുന്ന മറുപടി, ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്രാ. 40 ദിവസമെടുക്കുന്ന യാത്ര, രാത്രിയിലെ സെക്കൻഡുകളെ കൊണ്ട് നിബിധങ്ങൾ കടന്നു തീർത്തു എന്ന് പറഞ്ഞത് വ്യക്തമായി അല്ലാഹു പറഞ്ഞത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോകും. അത് മനസ്സിലാവുന്ന ഒരാൾ, ഭൂമിയിലെ ഈ യാത്ര അല്ലാഹു ഇങ്ങനെ നിബിധങ്ങൾക്ക് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് പിന്നെ മിഅ്റാജ് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? ഭൂമിയിൽ നിന്ന് നടന്നില്ലേ, പിന്നെ അല്ലാഹുവിന്റെ മലക്കൂത്തിൽ അല്ലാഹുവിന്റെ എന്തായാലും അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോകാൻ കഴിയുമല്ലോ എന്ന് എന്തായാലും അയാൾക്ക് വിശ്വസിക്കാൻ. ഇത് ഇസ്രാ മനസ്സിലായവന് മിഅ്റാജ് മനസ്സിലാവും, ഇസ്രാ തിരിയാത്തവന് മിഅ്റാജ് തിരിയില്ല. ഇസ്രാ മനസ്സിലായോ, ഉറപ്പിച്ചോ? പിന്നെ അല്ലാഹു ആകാശത്തെ കൊണ്ടുപോയത് എന്തിരിക്കുന്നു? അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സാഹചര്യം ഓർക്കണം. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അത്ഭുതം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഹബ്. എത്രയോ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത്, അത്രമേൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു മിഅ്റാജ് കൊടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ബദറിലെയും ഉഹദിലെയും നബിയുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നബിയേ, ഈ ഉഹദിനേക്കാളും പ്രയാസകരമായ ഒരു ജീവിതം ഒരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട് ആയിഷ, എന്റെ സമൂഹം എന്നെ കല്ലെടുത്തെറിഞ്ഞോടിച്ച സമയം, ത്വായിഫിലേക്ക് ഞാനന്ന് പോയ നേരം അവരെന്നെ കല്ലെടുത്തെറിഞ്ഞത് എനിക്ക് എത്രമേൽ വേദനയുള്ളൊരു സംഭവമാണ്. ആ സംഭവത്തിന്റെ ഉടനെയാണ് ഇസ്രാ സംഭവിക്കുന്നത്. തിരുനബിയുടെ സംരക്ഷകനായിരുന്ന നബിയുടെ മൂത്താപ്പ പക്ഷേ മുസ്ലിമായില്ലെന്ന് പ്രബലമായ അഭിപ്രായത്തിൽ അബൂ താലിബ് മരണപ്പെട്ട വർഷമാണ് നബിതങ്ങളെ ഇസ്രാ കൊണ്ടുപോകുന്നത്. നബിയുടെ സഹധർമ്മിണിയും ഒരു മാതൃസ്നേഹം കിട്ടാതെ വളർന്ന നബിതങ്ങൾക്ക് സംരക്ഷണവും ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നബിതങ്ങളെ സംരക്ഷിച്ചിരുന്ന നബിതങ്ങളുടെ ഭാര്യ കൂടിയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂ താലിബ് മരണപ്പെടുകയും ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുകയും ത്വായിഫുകാർ നബിയുടെ ഉമ്മയുടെ കുടുംബക്കാർ അവിടെയുണ്ട്, വാപ്പയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. അവരാരും സ്വീകരിക്കാതെ നബി തങ്ങളെ കല്ലെടുത്തെറിഞ്ഞോടിച്ച അതേ വർഷത്തിലാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, നബിയെ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരാനുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അല്ലാഹു എന്നും ഒരാൾക്ക് പ്രയാസം കൊടുക്കില്ല. എന്നും പ്രയാസം, എപ്പോഴും രോഗം അങ്ങനെ ഉണ്ടാവില്ല, അല്ലാഹു മാറ്റി കൊടുക്കും. എപ്പോഴും ദാരിദ്ര്യവും പ്രയാസവും കടവും അങ്ങനെ ഉണ്ടാവില്ല, അല്ലാഹു കുറച്ചു കഴിഞ്ഞ് ആശ്വാസം കൊടുക്കും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ സന്ദേശമാണ് ഇസ്രാഉം മിഅ്റാജും. അല്ലാഹുവിന്റെ റസൂലിന് ഭൂമിയിൽ വലിയ പ്രയാസം വന്നപ്പോ ആകാശ ലോകത്തേക്ക് നബിയെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയ യാത്ര. ത്വായിഫ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ നബിയെ വിശ്വസിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ, മനുഷ്യന്മാരങ്ങേ വിശ്വസിച്ചില്ല നബിയെ, അങ്ങ് വിഷമിക്കണ്ട, എന്റെ ജിന്നുകളുടെ ലോകം അങ്ങേ സ്വീകരിക്കാൻ ഒരുക്കമാണ്. അതാണ് മക്കയിൽ മസ്ജിദുൽ ജിന്നുണ്ട്. മസ്ജിദുൽ ജിൻ, മക്കയിലെ ഖബർസ്ഥാനുണ്ടല്ലോ, ജന്നത്തുൽ മുഅല്ല, അതിന്റെ തൊട്ട് ബാക്കിൽ മസ്ജിദുൽ ജിന്നുണ്ട്. അവിടെയാണ് നബി തങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുത്തത്. ആ ക്ലാസ് നടന്നു. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا
سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا. ഈ പരിശുദ്ധമായ വചനങ്ങൾ അവതരിക്കുന്നത് ത്വായിഫിൽ നിന്ന് നിബിധങ്ങൾ തിരിച്ചു വരുമ്പോഴാണ്. നബിയെ, മനുഷ്യരങ്ങയെ കല്ലെറിഞ്ഞ് ഓടിച്ചാലും അവരാരും അങ്ങയെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാലും എന്റെ ജിന്നുകളുടെ ലോകം അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. അതോ എന്റെ മാലാഖമാർ, ഒരു പാപം പോലും ചെയ്യാത്ത മലക്കുകൾ, يفعلون ما يؤمرون لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കുന്ന, തിന്മ ചെയ്യാൻ അറിയാത്ത മാലാഖമാരുടെ ലോകമാണ് ആകാശലോകം. അവിടെയുള്ളവർ അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എന്റെ അരികത്തേക്ക് പോരും നബിയെ, ഞാൻ അങ്ങയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങേക്ക് എന്റെ മഹയ്യത്തും സുഹ്ബത്തും ഞാൻ തരാൻ നബിയെ. എന്നെ ഇവിടെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, അതിന്റെ പരിഹാരം തരാണ് അല്ലാഹു തആല. ഇവിടെ അല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ അല്ലാഹു തആല അതിൽ തിരിച്ചു തരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസത്തിന്റെ ശേഷം രണ്ട് ആശ്വാസം തരുന്ന, ഒരു പ്രയാസം കഴിഞ്ഞാൽ രണ്ട് ആശ്വാസം. ഇതാണ് ഇസ്രാ വൽ മിഅ്റാജ്. ഒരു ഇസ്രാഉം ഒരു മിഅ്റാജും, നബി കൊണ്ടുപോയ ആ ഒരു മഹത്തായ യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ പറഞ്ഞു. ആ ചരിത്രം സഹീഹ് ബുഖാരിയിലുണ്ട്, സഹീഹ് മുസ്ലിം, സുനൻ ഇബ്നു മാജയും അബൂ ദാവൂദ്, നസായിയും ഹാക്കിം തങ്ങൾ മുസ്തദറക്കിലും മഹാൻ അബ്ദുർ റസാഖ് തങ്ങൾ അവരുടെ കിതാബ് കണക്കിന് റിവായത്തുകളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രാ വൽ മിഅ്റാജ്. ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിലാണ് നബി തങ്ങൾ ഇരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നബി തങ്ങളുടെ അമ്മായിയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ. അവരുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ്, അന്ന് മക്കയിലാണ്, മദീനത്തേക്ക് പോകുന്നതിന്റെ തൊട്ടുമുമ്പത്തെ വർഷം ഹിജ്റ പോകാനിരിക്കാൻ നിബിധങ്ങൾക്ക് ആ ഒരു വിഷമം വന്നു. അപ്പോഴേക്കും മുസ്ലിമീങ്ങൾക്കും നിബിധങ്ങൾക്കും ആശ്വാസമായി മദീനക്കാരെ ത്വലഅൽ ബദ്റു അലൈന എന്ന് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക. ഇവിടെ വിഷമമുണ്ടോ? ആശ്വാസം ഞാൻ തരാം. നിങ്ങളെ ആളുകൾ കല്ലെറിഞ്ഞോ ഓടിച്ചോ, എന്റെ മനലങ്ങേരിക്കും, നിങ്ങൾക്ക് അങ്ങേ വേണ്ടേ, എന്റെ ആകാശലോകം അങ്ങേ കാത്തിരിക്കുകയാണ് നബിയെ, ഇങ്ങോട്ട് പോരിൻ എന്ന് പറഞ്ഞ പ്രയാസത്തിന് ശേഷം ആശ്വാസം വന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ഇരിക്കുമ്പോ എന്റെ അരികത്ത് മാലാഖമാർ വന്നു. നബിയുടെ ഹൃദയം പിളർന്നു. യാത്ര പോലെ ഒരുങ്ങണ്ടേ, മുസ്ഫർക്ക് പെട്ടെന്നറിയോ ഒരുങ്ങാന്ന് പറഞ്ഞ പെട്ടി കെട്ടണം, റെഡിയാക്കണം. നബി തങ്ങൾ ഒരുങ്ങിയത് എങ്ങനെയാണ്? ഈമാൻ വൽ ഹിക്മ, ഈമാനും ഹിക്മത്തും നിറക്കുകയാണ് കൽബിന്റെ ഉള്ളിൽ. യാത്ര പോകണം, അള്ളാഹുവിന്റെ ലോകത്തേക്കുള്ള യാത്രയാണ്. ആ കൽബ്, നബി തങ്ങളുടെ പരിശുദ്ധമായ കൽബ് കഴുകിയിട്ടുണ്ട്. 3 തവണ അത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചത്, കഴുകിയത് ഏത് വെള്ളം കൊണ്ട്? പരിശുദ്ധമായ സംസം കൊണ്ട്. അതാണ് സംസമിന്റെ മഹത്വം. ആ സംസം ഉപയോഗിച്ച് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കൽബ് അള്ളാഹുവിന്റെ മലക്കുകൾ കഴുകി കൊടുത്തത്. ചോര ില്ല, മുറിവുണ്ടായില്ല, ഒരു വേദന നിബിധങ്ങൾക്ക് അനുഭവിക്കില്ല. പക്ഷേ നിബിധങ്ങൾക്ക് അന്ന് യാത്ര ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അലങ്കരിക്കപ്പെട്ട പോലെ ഒരു പ്രവാചകനും അത് അലങ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെയുള്ള യാത്രയായിരുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. മസ്ജിദുൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സ അങ്ങനെ പറയേണ്ടത്. അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അല്ലാഹു ആ പള്ളിയിലൊക്കെ പോകാനുള്ള ഭാഗ്യം, തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകളൊക്കെ ജോർദാനും മിസ്രയും ഒക്കെ യാത്ര പോകാറുണ്ട്. ജെറൂസലേമിൽ പോയിച്ചിരുന്ന പള്ളി നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റസുഖനാ ഫീഹി സ്വലാഹ്, അവിടെ ഒരു നേരത്തെങ്കിലും നിസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. മനസ്സാ പറഞ്ഞി ആമീൻ പറഞ്ഞ അല്ലാഹുവിന് തൗഫീഖ് തരും. അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അവിടുത്തെ ഉമ്മുൽ മുഅ്മിനീൻ, അവിടുത്തെ ഭാര്യമാരോട്, മസ്ജിദുൽ അഖ്സയിൽ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന ഹദീസ് വന്നിട്ടുണ്ട്. അല്ല 100 നിസ്കാരത്തിന്റെ കൂലിയാണ്, അങ്ങനെയും വന്നിട്ടുണ്ട്. 2 റിവായത്തുകളിലുണ്ട്. അപ്പൊ അവർ ചോദിച്ചു, നബിയെ, ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹ, നബിയെ, ഞങ്ങൾക്ക് അവിടെ പോവാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഒരുപാട് ദൂരല്ലേ നബിയെ, ഒരുപാട് ദൂരല്ലേ, ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു വിളക്കോ ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയോ നിങ്ങൾ ആ പള്ളിയിലേക്ക് സ്വതക്ക
കൊണ്ടുകൊടുത്താൽ നിങ്ങൾ അവിടെ ചെന്നതിന്റെ തുല്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സായുടെ പുണ്യം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സംഭവം കാണാൻ കഴിയും. 100 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് അവിടെ. അല്ലാഹു വെച്ച പേരാണ് അൽ മസ്ജിദുൽ അഖ്സ. അൽ അഖ്സ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ദൂരമുള്ളത് എന്നാണ്. ഏറ്റവും ദൂരമുള്ള പള്ളി. എന്നാൽ കുറച്ചു ദൂരമുള്ളൊരു പള്ളി അതിനു മുമ്പില്ല. ഏറ്റവും ദൂരമുള്ള പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സ. അഖ്സ എന്ന് പറഞ്ഞാൽ ഖസ്വി, അഖ്സ ഏറ്റവും ദൂരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷുകാരെ നമ്മുടെ ഈ ഏരിയക്കൊക്കെ മിഡിൽ ഈസ്റ്റ് എന്ന് പേരിട്ട പോലെ, ഇത് മിഡിൽ ഈസ്റ്റോ, ഇത് സെൻട്രൽ ഈസ്റ്റാണോ, അത് ഫാർ ഈസ്റ്റോ, അത് നിയർ ഈസ്റ്റോ, യൂറോപ്പുകാരനെ നോക്കിയാൽ ഇത് മിഡിൽ ഈസ്റ്റ് ആണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. യൂറോപ്പുകാരുടെ പേരാണത് മിഡിൽ ഈസ്റ്റ്. അവർക്കിത് മിഡിൽ ഈസ്റ്റ് ആണ്. അത് ജപ്പാൻ അവർക്ക് ഫാർ ഈസ്റ്റ് ആണ്. പിന്നെ അവർക്ക് നിയറസ്റ്റ് കൺട്രീസ് ഉണ്ട്. അപ്പോ എന്ന പോലെ മക്കയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും ദൂരെയുള്ള പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. ഏറ്റവും ദൂരം. അതിന്റെ ഉള്ളിൽ ഒരു സൂചനയുണ്ടെന്ന്, ചെറിയ ദൂരത്ത് വേറൊരു പള്ളി വരാനുണ്ട്. പള്ളി ഏറ്റവും ദൂരം എന്ന് പറയാം. ആ പോകുന്ന വഴിയിൽ ഒരു പള്ളി വരുന്നുണ്ട്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര മദീനയുടെ മുകളിലൂടെയാണ് പോവുക. മദീനയാണ് അതിന്റെ റൂട്ട്. നിങ്ങൾ നോക്കിക്കോളൂ, മാപ്പിൽ ശരിക്കും കാണും. മക്കയിൽ നിന്ന് ജെറൂസലേം പിടിച്ചാൽ മദീന വഴിയെ ക്രോസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള പള്ളിക്ക് നബിയെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ചു ദൂരമുള്ള പള്ളി വേറെ അവിടെ വരാൻ പോകുന്നുണ്ട് എന്ന സൂചന ഈ വാക്കിലുണ്ട്. ആ പള്ളിയായിരുന്നു അൽ മസ്ജിദുൻ നബവി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധ റൗദയുള്ള ആ ഒരു പള്ളി അവിടെ അൽ അഖ്സ പള്ളി. കാരണം കുറച്ചു ദൂരമുള്ള പള്ളി വേറെ അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിന്റെ പള്ളി. ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാക്കളുടെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചാളുകൾ കൃഷി ചെയ്യുന്നു, ഉടനെ വിളവെടുക്കുന്നു. ഇതെന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ കൊടുത്ത മറുപടിയാണ് ഹഉലാഇ ശുഹദാ. അല്ലാഹുവിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളാണ് നബിയെ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അങ്ങ് കാണുന്നത്. യാത്ര പോയിട്ട് മസ്ജിദുൽ അഖ്സയിലെത്തി. ആ പള്ളിയിൽ മുൻഗാമികളായ പ്രവാചകന്മാരെ മുഴുവനും അല്ലാഹു തആല ജന്മം കൊടുത്ത് അവിടെ റിസറക്ഷൻ ചെയ്തു എന്നാണ്. അവരൊക്കെ ഹാജരായി ആ പള്ളിയിൽ. അതാണ് ഇതിന്റെ അത്ഭുതം. എല്ലാവരും വന്നു. നബി തങ്ങൾ 2 റക്അത്ത് ഇമാമായി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഇമാമുൽ അംബിയ, അങ്ങ് അംബിയാഇന്റെ ഇമാമാണ് നബിയെ. അൻത സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ഇനി വരാനുള്ളവരും ഇനി കഴിഞ്ഞുപോയവരുടെയും മുഴുവനും എല്ലാവരുടെയും നേതാവാണ് നബിയെ. അങ്ങ് ലീഡ് ചെയ്യണം, അങ്ങാണ് നേതാവെന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കാൻ ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. നബി തങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നബിക്ക് കുടിക്കാൻ കൊടുത്തു 2 പാനീയം. ഒന്ന് നബി എടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ഫിത്രത്ത് തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അല്ലാഹു. അതിനാണ് ഫിത്ര എന്ന് പറയാ. അതിന് യോജിച്ചതാണ് അങ്ങ് തിരഞ്ഞെടുത്തത്. കള്ളും മദ്യവും പാലുമാണ് കൊണ്ടുകൊടുത്തത്. ഇഖ്താറൽ ലബന, നബി തങ്ങൾ തെരഞ്ഞെടുത്തത് പാലായിരുന്നു. ഇഖ്തർതൽ ഫിത്രത യാ റസൂലല്ലാഹ്, മനുഷ്യ ശരീരത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടത്, അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന ഈ ശരീരത്തിന് യോജിച്ചത്, എന്നാൽ തിന്മ വരുത്താത്തത്, അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ളൊരു പാനീയം അങ്ങ് ഇഷ്ടപ്പെട്ടുവല്ല നബിയെ. അൽഹംദുലില്ലാഹ്, അങ്ങ് മദ്യമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ലഫസദത്തിൽ ഉമ്മ, ഈ സമൂഹത്തിന് ഫസാദ് സംഭവിക്കുമായിരുന്നേനെ എന്ന ആദ്യത്തെ പാഠം നമ്മുടെ ചെറുപ്പക്കാർക്ക് വിശേഷിച്ച്. കുടിക്കുന്ന പാനീയം, ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണം ഹലാലാവണം, അല്ലാഹുവിന് പുണ്യമുള്ളതാവണം എന്ന് ആദ്യത്തെ പാഠമാണ്. ആകാശലോകത്തേക്ക് കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാവണം എന്ന പാഠം മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരത്തിന്റെ ഉടനെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് കൊടുത്ത പാനീയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കാൻ. പാല് കുടിക്കിൻ, നിങ്ങൾ മദ്യം കുടിക്കല്ലേ. അല്ലാഹു തആല ഇൻടോക്സിക്കൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പാനീയങ്ങൾ ഇവിടെ കുടിക്കാൻ പാടില്ലാത്തത്. എന്നാൽ ആയിരക്കണക്കിന് പാനീയങ്ങൾ ഹലാൽ. നിങ്ങൾ ഹലാൽ സ്വീകരിക്കണം, ഹലാല് നിങ്ങൾ കഴിക്കണം. നിങ്ങൾ എന്ന് പറയും നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ത് കടക്കുന്നുവോ അതാണ് നിങ്ങളുടെ ശരീരം രൂപപ്പെടുത്തുന്നത്, അതാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നിങ്ങളുടെ ചിന്തകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം ഹലാലാവണമെന്ന് ഉറപ്പുവരുത്തി അല്ലാഹു നമുക്ക് ഹലാല് നൽകുമാറാകട്ടെ. ഹറാമായ ഒരു പാനീയമോ ഭക്ഷണമോ നമുക്ക് വേണ്ട. അല്ലാഹു നമ്മൾക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ.
ആ നിസ്കാരത്തിന്റെ സന്ദർഭം നബി തങ്ങൾ വിശദീകരിച്ചു. റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രി, ഞാൻ മൂസ നബിയെ കണ്ടു അലൈഹിസ്സലാം, മൂസ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസ്. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ഖബറിൽ ഖുർആൻ ഓതുന്ന സംഭവം ഒരുപാട് നമ്മൾ നമ്മുടെ വചനപ്പൊരുൾ പരിപാടിയിൽ നമ്മളെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കിടക്കുന്നതും ഓതുന്ന കേൾവിയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിച്ച സംഭവങ്ങൾ മഹാനായ ഇബ്നു അബി ദുനിയ അവരുടെ മനാമാത്തിലും മറ്റു സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മൂസ നബിയുടെ ഖബർ എനിക്കറിയാം, ഇൻദൽ കസീബിൽ അഹ്മർ, മസ്ജിദുൽ അഖ്സായുടെ കുറച്ച് ദൂരെയാണ്. ആ ചുവന്ന കുന്നിന്റെ ചെരുവിൽ, ആ വഴിയുടെ ചെരുവിൽ മൂസ നബിയുടെ ഖബർ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ജെറുസലേമിൽ യാത്ര പോയവരുണ്ടാവും. നമ്മുടെ ചെറുക്കൾ അബ്ദുള്ള സാഹിബ് ഇന്നലെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, അവിടെ നിസ്കരിച്ചു, ജുമാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ യാത്ര പോകുന്നുണ്ട് നാട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സ കാണാനൊക്കെ. മുമ്പ് പോയവർ, ഇപ്പൊ പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അല്ലാഹുവിന്റെ യാത്രക്ക് എളുപ്പാക്കി കൊടുക്കട്ടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുക്കും. ഇവിടെയാണെന്ന് അഭിപ്രായമുണ്ട്, അല്ലാതെ ഇപ്പുറത്താണെന്ന് അഭിപ്രായമുണ്ട്. കൃത്യമായൊരു ഉറപ്പില്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന്, അറിയില്ലെന്നാണ്. നമുക്ക് ഏകദേശം ഇവിടെ ആയിരിക്കുമെന്ന ധാരണയിൽ അവരുടെ മഖാം, അവരുടെ ആ ഒരു മഹത്വം മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യാമെന്നല്ലാതെ അത് ഇന്ന സ്ഥലത്താണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ജൂതന്മാർ മൂസ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവർ, അവരുടെ നേതാവ് അന്ന് അവരെ വിളിക്കുന്ന മുസ്ലിമിന്റെ അനുയായികളാണെന്ന് ക്രിസ്ത്യാനികൾ പറയാം. ഈസ നബി ഇസ്ലാമിന്റെ വല്ലതും ഭൂമിയിലുണ്ടോ? ഈസ നബി ആകാശ ലോകത്തല്ലേ? ഭൂമിയിലില്ല. 3 സെമിറ്റിക് മതങ്ങളാണ് ലോകത്തുള്ളത്: ഇസ്ലാം, ജുഡായിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം എല്ലാ മുസ്ലിമീങ്ങളായിരുന്നു. മൂസ നബിയും ഈസ നബിയും മുസ്ലിമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 മതങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റേതല്ലാതെ മറ്റൊന്നും ലോകത്ത് കൃത്യമായി ഇവിടെയാണെന്ന് പറയാൻ ജൂതന്മാർക്കും കഴിയില്ല, ക്രിസ്ത്യാനികൾക്കും കഴിയില്ല. അത് ഉമ്മത്ത് മുഹമ്മദിയുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എവിടെയാണ്, തങ്ങൾ എവിടെയാണ് വഫാത്തായി കിടക്കുന്നത് 110% അത് ഉറപ്പാണ്. അത് സംശയമില്ലാത്ത വിഷയം. അൽഹംദുലില്ലാഹ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയുടെ മഹാത്ഭുതങ്ങൾ പഠിപ്പിച്ചു തരാൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ ബുറാക്കിന്റെ കയർ കൊണ്ട് പാറയിലാണ് കെട്ടിവെച്ചത്. അതിന്ന് ഖുബ്ബത്തു സുഖറ കണ്ടാൽ, അതിന്റെ ഉള്ളിൽ പോയാൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റുമെന്നാണ്. ഖുബ്ബത്തു സുഖറ മസ്ജിദുൽ അഖ്സായുടെ തൊട്ട് മുൻപിലുള്ള ആ പാറയുടെ മുകളിലുണ്ട്. ഒരു തരം ഒരു ഗ്രേ, ഡാർക്ക് ഗ്രേ ആണ് മസ്ജിദുൽ അഖ്സായുടെ കുബ്ബയുടെ നിറം. അത് പ്രത്യേകം മനസ്സിലാക്കണം. ആ പള്ളിയാണ് നമ്മുടെ ആദ്യത്തെ ഖിബില. മദീനയിലുണ്ട് മസ്ജിദുൽ ഖിബലത്തൈൻ. ആ ഖിബലത്തൈനിൽ 16 മാസത്തോളം അല്ലെങ്കിൽ 17 മാസത്തോളം റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയുള്ള പള്ളികളിലൊക്കെ മുസ്ലിമീങ്ങൾ ഖിബലയായി നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സായിലേക്ക്. പിന്നെ നേരെ ഓപ്പോസിറ്റ്, നേരെ പിൻവശത്തേക്ക് കഅബയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞ ആ ഒരു നിസ്കാരത്തിൽ 2 ഖിബലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ ഖിബലത്തൈൻ. നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും മസ്ജിദുൽ ഖിബലത്തൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും നേതാവായിരിക്കേണ്ട നബിയാണ്. ഇവരുടെയൊക്കെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പഠിപ്പിക്കാനാണ് ജൂതന്മാരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ജെറൂസലേമിൽ പോയിരുന്നു അങ്ങോട്ട് പോവാൻ. നബിയെ, നിങ്ങളാണ് ഇവർക്ക് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി ലോകത്തേക്ക് ഇറങ്ങി വന്നാൽ പോലും ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ചെയ്യുന്ന ദഅവത്ത് ഇൻജീൽ കൊണ്ടല്ല, ബൈബിൾ കൊണ്ടല്ല, പിന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഈസാ നബി പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകളാണ്. സ്വല്ലല്ലാഹു അലൈഹി റിസാലത്തുൽ മുഹമ്മദിയ,
പഠിക്കുന്നതാണ്. لمن عدا على حبيبك خير الخلق كلهم سريت من حرم ليلا إلى حرم كما سرى البدر في داج من المنن مولاي دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمه مولاي دائما أبدا على حبيبك خير الخلق كلهم നബിയെ അങ്ങേ അല്ലാഹു കൊണ്ടുപോയല്ലോ അങ്ങ് ഉയർന്നുകൊണ്ടേയിരുന്നുവല്ലോ നബിയെ ഇലാ അന്നിൽത മൻസിലതൻ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയെ മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക വലം തുറമി ഒരാൾക്കും എത്തിപ്പിടിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയെ ശറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറം كما سرى البدر في داج من المنن ഇരുട്ടിന്റെ ഉള്ളിൽ ചന്ദ്രനെ യാത്ര ചെയ്യിപ്പിച്ച പോലെ നബിയെ ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയില്ലേ നബിയെ وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي എല്ലാവരും നബിയെ അങ്ങയെ വന്ദിച്ചുവല്ലോ അങ്ങയെ ബഹുമാനിച്ചുവല്ലോ അങ്ങേക്കാണല്ലോ മുൻഗണന നൽകിയത്. ആരാ വന്നിരിക്കുന്നത്? ഇത് ജിബ്രീൽ. ആരെങ്കിലും കൂടെയുണ്ടോ? മുഹമ്മദ് നബിയുണ്ട്. അബ്ഇസ ഇലൈഹി ഖാല നഅം മർഹബൻ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ ഓരോ ആകാശത്ത് വെച്ച് ഒന്നാം ആകാശത്ത് കണ്ടിട്ടുണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ, 2ലും 3ലും 4ലുമായി മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, 5ലും 6ലും 7ലും മായി മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഒരുപാട് അമ്പിയാക്കന്മാർ എല്ലാവരും മർഹബൻ ബിബിനി മർഹബൻ ബി മുഹമ്മദിൻ, എന്റെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദം നബി വിളിച്ചിട്ടുണ്ട് എന്റെ മോനെ നിങ്ങൾക്ക് സ്വാഗതം. ബാക്കിയുള്ളവരൊക്കെ മർഹബൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അങ്ങേക്ക് സ്വാഗതം. കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച ത്വായിഫുകാരിൽ നിന്ന് ഏറ്റ പ്രയാസത്തിന് അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും മധുരമുള്ളൊരു പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. എല്ലാവരും സ്വീകരിക്കാൻ നബിയെ. അങ്ങനെ സ്വീകരിച്ച് ഫീ മൗഖിബിൻ കുൻത ഫീഹി സാഹിബൽ അലമീൻ, ആ യാത്രാ സംഘത്തിന്റെ കൊടി പിടിച്ചത് നേതാവ് അങ്ങായിരുന്നുവല്ല നബിയെ. അങ്ങനെ ആകാശ ലോകത്ത് അല്ലാഹു കൊണ്ടുവല്ലോ ഇലാ അന്നിൽത മൻസിലതൻ അഖ്തറേ शाम की आती है फलक से आवाज, अख्तरे शाम की आती है फलक से आवाज, सजदा करती है जिसे सहर वो है आज की रात, रहे एक गाम है हिम्मत के लिए अर्शे बरीन, कह रही है ये मुसलमान से मिअराज की रात. ഇഖ്ബാലിന്റെ വരികളിൽ അദ്ദേഹം ഈ രാവിന്റെ മഹത്വത്തെ എഴുതി കാണിക്കുന്നത് എങ്ങനെയാണ്? അഖ്തറേ ശാം കി ആതി ഹെ ഫലക് സേ ആവാസ്, ആകാശ ലോകത്തെ ചക്രവാള സീമകളിലെ നക്ഷത്രങ്ങൾ മുഴുവനും ആനന്ദ നൃത്തമാടിയ രാത്രിയാണത്. സജദ കർത്തി ഹെ ജിസേ സഹർ വോ ഹേ രാജ് ആജ് കി രാത്, ഈ രാവിന്റെ ഇരുട്ടിലൂടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങിയ യാത്ര മസ്ജിദുൽ അഖ്സായിലെ ഖുബ്ബത്തു സുഹ്റയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് പോകുന്ന യാത്രയിൽ നക്ഷത്രഗോളങ്ങൾ ആനന്ദ നൃത്തമാടിയല്ലോ. സജദ കർത്തി ഹെ ജിസേ സഹർ വോ ഹേ ആജ് കി രാത്, നാളെ വരാൻ പോകുന്ന പകലിന് തൊട്ടു മുമ്പത്തെ രാവ് ഏത് രാവാണോ
പകലിന് സുജൂദ് ചെയ്യുന്നത് ആ രാവാണ് മിഅ്റാജിന്റെ രാവ്. രഹേ ഇത്ഗാം ഹേ ഹിമ്മത്ത് കേ ലിയേ അർശേ ബരീൻ. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, അല്ലാഹുവിനോട് അടിയുറച്ച വിശ്വാസവും കൽബിൽ സ്നേഹവും ഉണ്ടെങ്കിൽ രഹേ ഇത്ഗാം, ഒരു കാൽവെപ്പ് എടുത്തു വെക്കേണ്ട അത്രേ ദൂരമുള്ളൂ അർശേ ബരീൻ, അല്ലാഹുവിന്റെ അർശിലേക്ക് എത്താൻ അത്ര ദൂരം വേണ്ടു. കൽബിൽ ഈമാനുള്ളവർക്ക് അല്ലാഹുവിലേക്ക് എത്താൻ ഒരു കാലെടുത്ത് വെക്കേണ്ട ദൂരമേ ഉള്ളൂ. കഹരഹി ഹേ യേ മുസൽമാൻ സേ മിഅ്റാജ് കീ രാത്. മിഅ്റാജിന്റെ രാവ് മുസ്ലിമിനോട് പറയുന്നത് ഈ ആശയമാണ്. നിനക്ക് അല്ലാഹുവിനെ വേണോ? അല്ലാഹു നിന്റെ അരികത്തുണ്ട്. മൻ അതാനി യംശി അതൈതുഹു ഹർവല. അല്ലാഹു പറയാം, എന്റെ അരികത്തേക്ക് ഒരാൾ നടന്നു വന്നാൽ ഞാൻ അയാളുടെ അടുത്തേക്ക് ഓടി വരും. മൻ തഖറബ ഇലയ്യ ശിബ്റൻ, ഒരു ചാൺ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഒരു മുഴം അവന്റെ അടുത്തേക്ക് വരും എന്ന് അല്ലാഹു തആല അവന്റെ അബിദിലേക്ക് അവരാഗ്രഹിക്കുമ്പോൾ അവരിലേക്ക് അടുത്തു വരുന്ന അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ പോയ യാത്രയിൽ ബഹ്റുൻ നൂർ എന്ന സ്ഥലത്തെത്തി. ബഹ്റുൻ നൂർ ആകാശലോകങ്ങൾക്കപ്പുറമാണ്. ആകാശലോകം നമുക്കറിയുന്ന വിഷയമാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആകാശം എന്ന് പറയുന്ന ഒരു മണ്ഡലം ഇന്ന് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ലോകമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രഗോളങ്ങളുടെ അതിരാണ്. എല്ലാ നക്ഷത്രങ്ങളും കിടക്കുന്നത് ഒന്നാണ് ആകാശത്തിന്റെ താഴെയാണ്. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് അള്ളാഹു നക്ഷത്രങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാം ആകാശം നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറോ അയോണോസ്ഫിയറോ ഭൂമിയുടെ അന്തരീക്ഷമല്ല, നക്ഷത്രലോകങ്ങളുടെ അതിരാണ്. നമുക്കതറിയില്ല. സയൻസ് പറഞ്ഞ വിഷയം, പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം 300,000 അതായത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചാൽ 200 കോടി കൊല്ലം ഭൂമിയിൽ കഴിയുകയും യാത്ര ചെയ്യുന്ന പൈലറ്റിന് 500 കൊല്ലം എടുക്കുകയും ചെയ്യുന്ന ദൂരത്താണ് ഒന്നാം ആകാശം. സയൻസ് പറഞ്ഞിട്ട് വലിയൊരു അത്ഭുതമാണ്. ഇമാമുന തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനോട് ചോദിച്ചുവല്ലോ, സ്വഹാബികളെ നിങ്ങൾക്കറിയുമോ ഒന്നാം ആകാശത്തേക്ക് എത്ര ദൂരമുണ്ട്? ഞങ്ങൾക്കറിയില്ല നബിയേ. 500 ആം, 500 കൊല്ലത്തെ ദൂരമാണ്. 1-2 ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹു റസൂലുഹു അലം, അങ്ങേക്കും അല്ലാഹുവിനറിയാം. 500 കൊല്ലത്തെ ദൂരമുണ്ട്. നബി തങ്ങളുടെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2-3 500 കൊല്ലം, 3-4 500 കൊല്ലം, എല്ലാം 500 കൊല്ലങ്ങളാണ്. ഇന്ന് സയൻസ് പറയാം, മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വെലോസിറ്റി, വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗത. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ പോകുന്ന സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ. അതുകൊണ്ടാണ് വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. അള്ളാഹു വലിയ അത്ഭുതകരമായ സത്യമാണ് സൂര്യൻ. വശംസി വദുഹാഹ, സൂര്യനെ തന്നെ സത്യം. അതിന്റെ നമ്മുടെ ബൾബിന്റെ പ്രകാശമല്ലേ സൂര്യപ്രകാശം. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. വാച്ചൊക്കെ നോക്കി, ഒരു സെക്കൻഡ് നോക്കുമ്പോഴേ 2 സെക്കൻഡ് ആവും. അതാണ് ഒരു സെക്കൻഡ്. 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് ഭൂമിയിൽ ആ പ്രകാശം തട്ടണമെങ്കിൽ 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കുന്ന, അതാണ് സൂര്യനും ഭൂമി തമ്മിലുള്ള ദൂരം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം സ്പീഡിൽ പ്രകാശം പോന്നാൽ അത് ഭൂമിയിലെത്തുമ്പോൾ എത്ര സമയമെടുക്കും എന്നേക്കുള്ള ദൂരം മനസ്സിലാവും. അള്ളാഹുവിന്റെ വലിയ അത്ഭുതമാണ്. ആ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. സഞ്ചരിക്കാൻ പറ്റുമെന്ന് എന്നെങ്കിലും കണ്ടെത്തപ്പെട്ടാൽ അന്ന് പോകുന്ന പൈലറ്റിന് പോകല്ല. പോകുന്ന പൈലറ്റിന് 500 കൊല്ലേ ആവുള്ളൂ. അത് ആകാശലോകത്തും ഇവിടെയും സമയ വ്യത്യാസമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. സ്പേസിലേക്ക് മേലോട്ട് പോകുന്തോറും സമയം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സയ്യിദന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അല്ലാഹു കൊണ്ടുപോയി ആകാശത്തേക്ക് ഉയർത്തി. ഈസാ നബി കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. ഈസാ നബി ആരും കൊന്നിട്ടില്ല. ഈസാ നബി he was never been crucified. ഈസാ നബി ആരും
ക്രൂശിഫിക്ഷന് വിധേയമാക്കിയിട്ടുമില്ല. പിന്നെന്ത് ചെയ്തു? അള്ളാഹു ഉയർത്തിയിരിക്കുക മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് മേലോട്ട് പോകുമ്പോൾ ഓക്സിജൻ മാസ്കിന്റെ ആവശ്യമുണ്ടോ എന്ന് പിന്നെ ചോദിക്കണ്ട. ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ, ഇൻ എമർജൻസി ഓക്സിജൻ മാസ്ക് വിൽ ഫ്ലോ ഡൗൺ, ഈ അടുത്ത് മൂക്കിൽ വെച്ചേക്കണം, അസിസ്റ്റ് യുവർ സെൽഫ് ബിഫോർ അസിസ്റ്റിംഗ് സംബഡി എൽസ് അല്ലേ. ആകാശലോകത്ത് ഈസാ നബിക്ക് ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിക്കരുത്. കാരണം എന്താണെന്നറിയോ? ഈസാ നബിയെ കൊണ്ടുപോയത് ആകാശലോകത്തേക്കാണ്. ഇവിടെ 10,000 കൊല്ലം കഴിഞ്ഞാൽ നമ്മളിപ്പോ 2015 ഈസാ നബി ജനിച്ചിട്ട് 2015 കൊല്ലായി. ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തിയിട്ട് എത്ര കൊല്ലായി? 2015 33 മൈനസ് ചെയ്യാം. പറഞ്ഞേ. 2015 33ാമത്തെ വയസ്സിൽ ഈസാ നബിയെ കൊണ്ട് പോയിട്ട് എത്ര കൊല്ലായി? -33. എത്ര? 1987 അല്ലേ? 82. 1982. 82ലേക്ക് 33 വെച്ചാൽ 2015 അല്ലേ? 82. അത്രയും കൊല്ലായി. 1982 years. അത്രയും കൊല്ലായി ഈസാ നബി പോയിട്ട്. ഭൂമിയിലെ സമയമല്ല അവിടുത്തെ സമയം. അതുകൊണ്ട് ഇവിടെ ഇനി 5000 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കലണ്ടർ 5000 ആണ്ട് എന്ന് എഴുതി വെച്ചാൽ തന്നെയും ഈസാ നബിക്ക് രണ്ടാമത്തെ ഒരു ശ്വാസം ശ്വസിക്കേണ്ട സമയം പോലും ആയിട്ടുണ്ടാവുകയാണ്. അതുകൊണ്ട് ഈസാ നബി ഭൂമിയിലേക്ക് തിരിച്ചുപോയ അതേ വയസ്സിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക. എന്നിട്ട് 40 വർഷം ഇവിടെ ജീവിക്കും. ഈസാ നബിക്ക് മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, കല്യാണം കഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം 73ാമത്തെ വയസ്സിലാണ് വഫാത്താവുക. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈസാ നബിക്ക് വയസ്സ് കൂടൂല. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയ പോലെ ഒരു വലിയ മുഅ്ജിസത്താണ് ഈസാ നബിയുടെ ആ ഒരു യാത്ര ആകാശലോകത്തേക്കും. അത് പ്രകാശ വേഗതയെക്കാളും വെല്ലുന്ന വേഗതയിലാണ് അള്ളാഹു കൊണ്ടുപോയിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈസാ നബിക്ക് അലൈഹിസ്സലാമിന് അവിടെ സമയം ബാധകമല്ല. അഷ്റഫുൽ ഖൽഖിന് അത് ബാധകമായില്ലല്ലോ. സമയം റിവേഴ്സ് സഞ്ചരിക്കുന്ന പോകുന്ന വേഗത കൂടി കഴിഞ്ഞാൽ സമയം പിന്നോട്ട് സഞ്ചരിക്കും. അതൊക്കെ സംഭവിക്കുമോ ഇല്ലയോ, അത്ര വേഗതയിൽ പോകാൻ പറ്റുമോ എന്നത് ഇപ്പോഴും ഒരു ടോപ്പിക് ഓഫ് debates among scientists. Anyway, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളെ കൊണ്ടുപോയിരിക്കുകയാണ് ഏഴാകാശങ്ങൾ. ഒരുപാട് യാത്രയായ ഒരു വലിയ യാത്ര മനുഷ്യനെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യണം, ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞില്ലേ. ആകാശലോകത്തുള്ള യാത്ര വലിയൊരു യാത്രയാണ്. പ്രത്യേകിച്ച് ആകാശലോകത്തൂടെയുള്ള യാത്ര മലക്കുകളുടെ ലോകമാണ്. തെറ്റ് ചെയ്യാത്തൊരു ലോകത്തൂടെ നമ്മൾ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ തെറ്റ് ചെയ്യാത്തൊരു ലോകത്തൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്ന് കള്ളുടിക്കരുത്. ഫ്ലൈറ്റിൽ നിന്നിട്ട് നിങ്ങൾ അതൊന്നും കണ്ടിരിക്കരുത്. അള്ളാഹുവിന്റെ മലക്കുകൾ വസിക്കുന്ന ലോകത്തുകൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ തെറ്റ് ചെയ്യാത്ത ലോകം. അവിടെയും മനുഷ്യൻ കയറി തെറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഫ്ലൈറ്റ് കയറി അവിടെയും ഫ്ലൈറ്റ് എന്റർടൈൻമെന്റുകളൊക്കെ വെറുതെ അനാവശ്യമായ മൂവികളും അല്ലാത്തതും 50-60 വയസ്സായ ആൾക്കാരും ഗെയിം കളിച്ചിരിക്കുകയാണ് ഫ്ലൈറ്റിലൊക്കെ. അന്ന് സുബ്ഹാനല്ലാഹ് കൂടെ അല്ലെങ്കിൽ ഉറങ്ങിക്കൂടെ? അള്ളാഹുവിന്റെ മലക്കുകൾ വസിക്കുന്ന ലോകമാണ്, തെറ്റ് ചെയ്യാത്ത ലോകമാണ്. ഭൂമിയോ നമ്മൾ നശിപ്പിച്ചു, ഇനി ആകാശം നശിപ്പിക്കാൻ തുടങ്ങാൻ. അവിടെയും നമ്മൾ ഓൺ എയറും ഓഫ് എയറും മനുഷ്യൻ തെറ്റിനാണ്. അള്ളാഹു നമ്മളൊക്കെ തിന്മയിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനേക്കാളൊക്കെ പുറത്താണ്. അതാണ് സൂറത്തുർ റഹ്മാൻ അല്ലാഹു പറയുന്നത്, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും മാവാതി വൽ അർളി ഫൻഫുദൂ ലാ تنفذون إلا بسلطان فبأي آلاء ربكما تكذبون. ദൂരം 500 വർഷം. അത് യാത്ര ചെയ്യുന്ന പൈലറ്റിന് 500 വർഷമാണെന്ന് സയൻസ് പറഞ്ഞു, നിബിതങ്ങൾ പറഞ്ഞു 500 വർഷം. സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര എത്ര എടുക്കുന്നു ചോദിച്ചാൽ യാത്ര ചെയ്യുന്ന ആളുടെ അനുഭവിക്കുന്ന സമയമല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. നിബിതങ്ങൾ അതാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ ആ 500 വർഷം ഇവിടെ 200 കോടി കൊല്ലത്തിന് ഈക്വലായിരിക്കുന്നു. എനിവേ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഒരു ഹദീസ് വലിയൊരു അത്ഭുതമാണ്.
ആ കൃത്യമായ വർഷമാണ് ഇവിടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രകാശവേഗതയെ ബേസ് ചെയ്ത് നോക്കിയാൽ 500 കൊല്ലാണ് എടുക്കുന്നത് പോകുന്ന ആൾക്ക്. ഇവിടെയുള്ള ആളുകളുടെ സമയമല്ല, ആകാശലോകത്തെ സമയം. സുബ്ഹാനല്ലാഹ്, വലിയൊരു അത്ഭുതമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന വഹ്യല്ലാതെ തിരുനബി സംസാരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന പോക്കിൽ ഒരാളെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചു നബിയോട് സലാം പറഞ്ഞ് വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോ ഒരാൾ മാത്രം ഏൽപ്പിച്ച മലക്കുകളുടെ നേതാവ് മാലിക് അലൈഹിസ്സലാമിന്റെ കീഴിൽ വേറെയും മലക്കുകളുണ്ടെന്നാണ്. നബിയെ, നരകവാസികളായ ആളുകൾ എത്ര വാവിട്ട് നിലവിളിച്ച് കരഞ്ഞാലും ഒരൽപ്പം പോലും മനസ്സിന് അലിവ് തോന്നാത്ത വിധം, ഒരൽപ്പം പോലും ദയാവായ്പ തോന്നാത്ത വിധം അല്ലാഹു ആ മനസ്സിനെ അത്രക്ക് കടുത്തതാക്കിയാണ് പടച്ചത്. അല്ലാഹു അവരെ പടച്ചതിന് ശേഷം മാലിക് അലൈഹിസ്സലാം ചിരിച്ചിട്ടേ ഇല്ല നബിയെ. അങ്ങയോട് ദേഷ്യമുണ്ടായതുകൊണ്ടല്ല, മാലിക് അലൈഹിസ്സലാമിന്റെ പ്രകൃതം അതാണ്. യാ മാലികു, മാലിക് എന്ന മലക്കേ എന്ന് നരകവാസികൾ നിലവിളിച്ച് അല്ലാഹുവിനോടൊന്ന് പറയണേ, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഒരു ദിവസമെങ്കിലും അദാബെന്ന് ചുരുക്കിത്തരണേ എന്ന് നരകവാസികൾ വിളിച്ചു പറയുമ്പോൾ ചിന്തിക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും പഠിക്കാനുള്ള സമയം അല്ലാഹു ഭൂമിയിൽ തന്നിട്ടില്ലായിരുന്നോ? നിങ്ങളെന്തേ കളിച്ചു തീർത്തത്? നിങ്ങളെന്തേ തമാശ കളിച്ചു തീർത്തത്? അത് കാര്യത്തിന് പറഞ്ഞയച്ച ലോകമായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടാണോ ആലോചിക്കുന്നത്? അല്ലാഹുവിന്റെ താക്കീതുകാര്, അമ്പിയാക്കന്മാര്, ആലിമ്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടില്ലേ? ഇനി ഇവിടെ നിന്ന് നിങ്ങൾ വാവിളിച്ചു നോക്കുകയാണോ? ഇവിടെ വെച്ച് കരയാണോ? മിണ്ടരുത്. മഹാനായ മാലിക്കിന് അലൈഹിസ്സലാത്തു വസ്സലാം മിണ്ടാതിരിക്കും, പിന്നെയും കരയും. 1000 കൊല്ലം പിന്നെയും കരയുമ്പോ പിന്നെ മറുപടി വരുന്നുണ്ട്. മിണ്ടിപ്പോകരുത്, ഇനി ഇവിടെ നിന്നരായി കഴിഞ്ഞേക്കണം, എന്നോട് മിണ്ടരുത് എന്ന് മാലിക് അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ വാവിട്ട് കരയാൻ പറ്റൂല എന്നാ. ആ കമാൻഡുകളൊക്കെ നിർവഹിക്കാൻ പോകുന്ന മലക്കാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം. നബിയെ, അതുകൊണ്ട് മാലിക് അലൈഹിസ്സലാം ചിരിക്കാത്തത് അങ്ങ് വിഷമിക്കേണ്ട, അള്ളാഹു പടച്ചു തന്നെ അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ, ചുറ്റും ഒരുപാട് കുട്ടികളുണ്ട്. ചോദിച്ചു, ഇതാരാണ് നബിയെ? അങ്ങയുടെ വല്ലിപ്പ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നബിയെ. ഇത് ആരാണ് ഈ കുട്ടികളൊക്കെ? കുട്ടികൾ അല്ലാഹുവിന്റെ കുട്ടികളിൽ മരിച്ചുപോയ മക്കളാണ്. അവരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ അവിടുത്തെ കെയർ ടേക്കർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ കുട്ടികളാണ് ഉമ്മയും വാപ്പയും സ്വർഗത്തിലേക്ക് വന്ന് വിളിച്ചുകൊണ്ടുവരാൻ വരാ. മരിച്ചുപോയ മക്കള് ഒരുപാട് വിഷമുണ്ടാവും, ഉമ്മാക്കും വാപ്പാക്കും ഉമ്മയ്ക്ക് ഒരുപാട് വിഷമുണ്ടാവും. പക്ഷേ നാളെ അവരൊക്കെ സ്വർഗത്തിലേക്ക് വന്ന് കൈപിടിച്ച് കൊണ്ടുപോകുമെന്നറിയുമ്പോ അതൊരനുഗ്രഹമാണല്ലോ. അല്ലാ, എനിക്ക് ഇതിലും പരീക്ഷണങ്ങൾ വേറെയും നിനക്ക് തരാമായിരുന്നല്ലോ എന്ന് നാളെ കൊതിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമ അവരെ നോക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദം നബിയെ കണ്ടു. 60 മുഴം നീളമുണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം വെളുപ്പും ഒരൽപ്പം ബ്രൗണിഷും കളർ നിറമുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ നബിയെ കണ്ടു.
കണ്ടു. ആദം നബി വലതു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി സന്തോഷിച്ചിട്ടുണ്ട്. നേരെ ഇടത്തേക്ക് നോക്കിയിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ആരാണ്, എന്താണ് ഈ സംഭവിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. നബിയെ, ഇത് ആദമാണ്, അങ്ങയുടെ ഉപ്പ ആദം അലൈഹിസ്സലാം. അവരുടെ മക്കളിൽ ഒരുപാട് പേര് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് മക്കൾ നരകത്തിലേക്ക് പോകുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന മക്കളെയാണ് വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വാപ്പ കാണുന്നത്. അത് കണ്ട് സന്തോഷിക്കുക. ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നരകത്തിലേക്ക് പോകുന്ന മക്കൾ, അത് കണ്ട് വാപ്പാക്ക് സങ്കടമുണ്ട്. നബിയെ, ആ കാഴ്ചയാണ് കാണുന്നതെന്ന് അഷ്റഫുൽ ഖൽഖിന് കാണിച്ചു കൊടുത്തു. ഈ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു ജല്ല ജലാലു ഹബീബായ തങ്ങൾ യാത്ര തുടരുകയാണ്. റുഫഇതു ഇലാ മുസ്തമൻ സമിഅതു ഫീഹി സ്വരീഫൽ അഖ്ലാം. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഓർഡറുകൾ എടുത്തെഴുതുന്ന ആ ഒരു സ്ഥലം ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞാൻ റഅയ്തു സിദ്റത്തുൽ മുൻതഹ, അല്ലാഹുവിന്റെ സ്വർഗ്ഗ ആകാശ ലോകങ്ങൾക്ക് മീതെയുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു വടാവൃക്ഷമുണ്ട്, മനോഹരമായ വൃക്ഷം. ഖുർആൻ തന്നെ പറഞ്ഞു, ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ. സിദ്റയെ അലങ്കരിക്കുന്നതെല്ലാം അങ്ങ് ആവരണം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത വിധം അത്രയും വർണ്ണശബളമായ, കണ്ണിന് ആനന്ദകരമായ, നയന മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന സിദ്റത്തുൽ മുൻതഹായെ അതിന്റെ അടിവേരുകളിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. നെഹ്റാനി ഫിൽ ജന്ന, 2 നദികൾ സ്വർഗത്തിലേക്ക്, വനഹ്റാനി ഫിൽ അർദ്, 2 നദികൾ ഭൂമിയിലേക്ക് ഒഴുകുന്ന ആ 2 നദികൾ അന്നീലു വൽ ഫുറാത്ത്. ഒന്ന് ഈജിപ്തിലൂടെ കടന്നു പോകുന്ന നൈലും മറ്റൊന്ന് ഇറാഖിലൂടെ കടന്നു പോകുന്ന യൂഫ്രട്ടീസുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 നദികൾക്കും സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ടെന്നാൽ നൈൽ നദിയുടെ ഉറവിടം വിക്ടോറിയ തടാകമാണെന്ന് പറയാം. യൂഫ്രട്ടീസ് നദി അങ്ങകലെ മേലെ അർമീനിയയുടെ മേൽഭാഗത്ത് മലയിടുക്കിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാം. എന്തായിരുന്നാലും ഭൂമിയിലെ ഇവരുടെ ഉറവിടങ്ങൾക്ക് ആകാശലോകവുമായി ബന്ധമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം നബിയും കൂടെയുള്ള ഈ യാത്ര അവസാനിക്കുന്നത് ബഹറുൻ നൂറിലാണ്, പ്രകാശത്തിന്റെ സമുദ്രത്തിലാണ്. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇനി ഈ ഒരു പ്രകാശത്തിന്റെ കടലിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല നബി, ഞാൻ കരക്ക് നിൽക്കാം, അങ്ങ് പൊയ്ക്കോളൂ. ഉമർ ഖാദി തങ്ങളത് മനോഹരമായി അവരുടെ കവിതകളിൽ ചൊല്ലിയിട്ടുണ്ട്. ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് في شطه غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ورفعنا لك ذكرك. നബിയെ, അങ്ങയുടെ സ്ഥാനം ഞാൻ ഉയർത്തിയിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞ വാക്കിനെ സാക്ഷാത്കരിക്കുകയാണ് അല്ലാഹു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് വഹി നേരിട്ട് സ്വീകരിക്കുന്ന മലക്കാണ്. റവലേഷൻ നേരിട്ട് ഡയറക്ടറിന്റെ റെസിപ്പിയന്റ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് അംബിയായിന് എത്തിച്ചു കൊടുക്കുന്നത്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥലമാണ് ബഹറുൻ നൂർ. ഇവിടത്തെ പറഞ്ഞു, നബിയേ, ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൽ വഖഫ്. ജിബ്രീൽ അലൈഹിസ്സലാം എത്തിയപ്പോ അവിടെ നിന്നു. ഫീ ശത്രിഹി ഗുർബൻ ഫവദ്ദഅ വഹതഫ്. ആ കരയിൽ നിന്നിട്ട് നബിയോട് യാത്ര പറഞ്ഞു നബിയെ, അങ്ങൊറ്റക്ക് പോകണം. ദാനീ തഖദ്ദം, എന്നെ വിട്ടേക്കണം നബിയെ, ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും, അങ്ങൊറ്റക്ക് പോകണം. തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, എന്റെ ഹബീബേ നിങ്ങൾ പേടിക്കണ്ട. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിനെ കാണാനാണ് പോകുന്നത്, അതുകൊണ്ട് വിഷമിക്കേണ്ട നബിയെ, പൊയ്ക്കോളൂ, ഒന്ന് പേടിക്കേണ്ട കേട്ടോ, അള്ളാഹുവിനെ കാണാനാ പോകുന്നത്. അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക്, അള്ളാഹുവിന്റെ ശക്തികൾക്ക് അതീതമായ അള്ളാഹുവിന്റെ ലോകത്തേക്ക് അവന്റെ ഖൽഖായ നബിതങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കൊണ്ടുപോയത് മിഅ്റാജിൽ. മുശ്രിബ് ചോദിച്ചു അള്ളാഹുവിനോട്, റബ്ബി അരിനീ അൻദുർ ഇലൈക. സീനാമലയിൽ അള്ളാഹുവിന്റെ സംസാരം കേട്ടപ്പോ, പഠിച്ചവനെ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരോ? എന്നെ സംസാരം കേൾക്കുമ്പോ കാണാൻ കൊതി വരുന്ന, അതാണ് ചില ഫോൺ കോളിലൊക്കെ പേച്ചിട്ട് പെൺകുട്ടികൾ ഇറങ്ങിപ്പോണത്. ആ വർത്താനം കേൾക്കുമ്പോ കാണാൻ തോന്നിപ്പോ.
അള്ളാഹുവിന്റെ സംസാരം കേട്ട മുസ്ലിം പറഞ്ഞ വാക്കെന്താ? അരിനി അന്നൊരു ഇലേക്ക്, നിന്നൊന്ന് കാണിച്ചു തരോ റബ്ബേ, ഞാനൊന്ന് നോക്കട്ടെ, നീ എനിക്ക് നിന്നെ കാണിച്ചു തരുമോ? മുസ്ലിമിക്കറിയാം ഡയറക്റ്റ് അള്ളാഹു അതിന്റെ മറ നീക്കി കാണിച്ചു തന്നാലല്ലാതെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അരിനി, ഞാൻ നിന്നെ നോക്കട്ടെ എന്നല്ല, നിന്നെ എനിക്ക് കാണിച്ചു തരുമോ? ഞാൻ നോക്കാം. പറ്റൂല മുസ്ലിമിയെ. ലൻ തറാനി മുസ്ലിമിന് കേൾക്കേണ്ടി വന്നത് ലൻ തറാനി, എന്നെ കാണാൻ കഴിയില്ല മുസ്ലിമിയെ. മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതരായി വീണുകയാ ഉണ്ടായത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കെ അല്ലാഹുവിന്റെ ദാത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ, അല്ലാഹുവിനെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 പ്രാവശ്യം. ആ യാത്ര ശരീരം കൊണ്ടുള്ള യാത്രയാണ്. ഇസ്രാഉം മിഅ്റാജും ശരീരം കൊണ്ടുള്ള യാത്രയാണ്. നോ ഡൗട്ട്, അത് സംശയിക്കുകയേ ചെയ്യരുത്. സുബ്ഹാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ സുബ്ഹാന എന്ന് പറയില്ല. അത് അത്ഭുതകരമായ യാത്രയാണ്. നബിതങ്ങൾ കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ടാണോ അതല്ല ഖൽബിലെ കണ്ണുകൊണ്ടാണോ? ഇങ്ങനെ ഒരു ഡിബേറ്റ് അല്ലാതെ നബിയുടെ യാത്ര ശരീരം കൊണ്ടോ ആത്മാവ് കൊണ്ടോ എന്ന ചർച്ചയെ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. സ്വഹാബികൾ നബിയുടെ യാത്ര ശരീരം കൊണ്ടാണോ ആത്മാവ് കൊണ്ടാണോ അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും ഉണ്ടായില്ല. അത് ശരീരം കൊണ്ട് തന്നെ. അല്ലാഹുവിനെ കണ്ടു എന്ന് പറയുന്നത് കണ്ണുകൊണ്ടോ അതല്ല ഖൽബിന്റെ കണ്ണുകൊണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിനെ കണ്ടത് ഖൽബിലെ കണ്ണുകൊണ്ടായിരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ചെയ്യുമ്പോൾ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനെ കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ. ആയിഷ ബീവിയും ഇബ്നു അബ്ബാസ് തങ്ങളും അല്ലാഹുവിനെ കണ്ട വിഷയത്തിൽ മുഖത്തെ കണ്ണുകൊണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അല്ല ഖൽബിന്റെ കണ്ണുകൊണ്ടാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും 2 അഭിപ്രായമുണ്ടായി എന്നല്ലാതെ യാത്ര ശരീരം കൊണ്ടോ ആത്മാവ് കൊണ്ടോ എന്ന ചർച്ചയില്ല. അവിടെ ശരീരം കൊണ്ട് തന്നെ. ആയിഷ ബീവി പറഞ്ഞു, എങ്ങനെയാണ് മുഖത്തെ കണ്ണുകൊണ്ട് കാണുക? അല്ലാഹു പറഞ്ഞുവല്ലോ, അല്ലാഹുവിനെ കണ്ണുകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ, ലാ തുദ്രികുഹുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റൂല. അപ്പൊ കണ്ണുകൊണ്ട് കാണൂല എന്നല്ല ഇതിനർത്ഥം. പിന്നെ നബിതങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടത് പിന്നെ ഖൽബിന്റെ കണ്ണുകൊണ്ടായിരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ ബീവി നിങ്ങൾ ആ ഓതിയ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, എന്നാൽ വഹുവ യുദ്രികുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകളെ കീഴ്പ്പെടുത്താൻ പറ്റുമല്ലോ. കണ്ടിരിക്കുന്നതിനെ കാണാതാക്കാനും കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും അല്ലാഹു കഴിയുമെന്നല്ലേ ബിവി ആ ആയത്തിനർത്ഥം. വഹുവൽ ലതീഫുൽ ഖബീർ. അതുകൊണ്ട് നബിതങ്ങൾക്ക് അല്ലാഹു ഇത് കാണിച്ചു കൊടുത്തു. ശരീരം കൊണ്ട് തന്നെ നബിയെ കൊണ്ടുപോയ അല്ലാഹുവിന് അവിടുത്തെ കണ്ണിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഷ്റഫുൽ ഖൽഖിൻ അല്ലാഹുവിനെ കണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ തിരുദാത്ത് കണ്ടിരിക്കുന്നു. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെ എന്നറിയില്ല. അന്നാ അറാ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കൈഫ് എങ്ങനെയാണ് എന്ന് നബിതങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിലാണ്, നബിതങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അന്നാ അറാ നൂറുൻ അന്നാ അറാ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് അങ്ങനെയാണ്. അല്ലാഹുവിനെ നബിതങ്ങൾ കണ്ടു എന്ന് സ്വഹാബത്ത് ഇജ്മാ ചെയ്തിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും മറ്റു സ്വഹാബികളും അത് കണ്ടുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ തിരുമുമ്പിലേക്ക് എത്തിയപ്പോൾ റബ്ബിനോടൊരു സലാം പറഞ്ഞു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അസ്സലാമു അലൈക്കും എന്നല്ല, ആ സലാം അത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. ഈ 5 വാക്കുകളാണ്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ പ്രണാമങ്ങളും എല്ലാ പ്രാർത്ഥനയും all due to Allah. അതൊക്കെ അല്ലാഹുവിനാ. അസ്സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറുപടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഓ നബിയേ,
എന്റെ രക്ഷ നിങ്ങൾക്കുണ്ട് നബിയെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, എന്റെ നബിയെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ഇനിയാണ് നബിയെ മനസ്സിലാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു ഷെയ്ഖിന്റെ മുമ്പിലെത്തിയെന്ന് വിചാരിക്കുക, ഒരു കാര്യപ്പെട്ട ഒരു രാജാവിന്റെ മുമ്പിൽ, ഒരു വലിയ ഹൈ പവർ അതോറിറ്റിയുടെ മുമ്പിലെത്തി. അത് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് പേരും കൂടി ഇല്ല, ഒരു പേര വേണം അല്ലേ? നിങ്ങളപ്പോ പറയോ എന്റെ ഉമ്മാക്കും അപ്പാക്കും ഒരു ഇത് വേണം, എന്റെ കുട്ടികൾക്ക്, എന്റെ ഏട്ടമ്മ, എന്റെ അനുജന്, എന്റെ കൂട്ടുകാർക്ക്. നമുക്കവിടെ ഒരു വലിയൊരു അതോറിറ്റി മുമ്പിലെത്തുമ്പോൾ നമ്മളെ കാര്യമില്ലാതെ വേറുള്ള കാര്യം നമ്മൾ പറയാറുണ്ടോ? അവിടെ പറയാൻ തോന്നാറുണ്ടോ? ഓർമ്മ വരാറുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നബിയെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ ഉടനെ ഹബീബിന്റെ മറുപടി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എല്ലാ സജ്ജനങ്ങൾക്കും നിന്റെ രക്ഷ വേണം റബ്ബേ, ഞങ്ങൾക്ക് വേണം, നിന്റെ എല്ലാ സജ്ജനങ്ങൾക്കും കൊടുക്കണം പടച്ചവനെ. അതുണ്ട് നബിയെ. അല്ലാഹുവിന്റെ മറുപടി. മെഹറാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ തിരുമുമ്പിൽ ചെന്നിട്ട് പോലും നമ്മെ ഓർമ്മ വിടാതെ, നമ്മെ മറന്നുപോകാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. يوم يدعو آدم وأنبياء نفسي 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 يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قوم يا. മഹ്ശറായിൽ ഓരോ നബിമാരും നഫ്സി, എന്റെ കാര്യം എന്ന് നബിമാര് പോലും പറയുമ്പോൾ യൗമ യദഉ ഖൈറു ഖൽഖിൽ അംബിയാ, അംബിയാ എന്ന നേതാവായി വന്നവരെ നബിയെ അങ്ങെന്ന് പറയുന്നത് ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ, എന്റെ സമൂഹം അല്ലാഹ്, എന്റെ സമൂഹം പടച്ചവനെ, എന്റെ സമൂഹത്തിന്റെ കാര്യം പടച്ചവനെ എന്ന് അംബിയാ സ്വന്തം കാര്യം പറയുമ്പോ അംബിയാ എന്റെ നേതാവ് അവിടുത്തെ ഉമ്മത്തുകളുടെ വിഷയം പറയുന്നുവല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹ് ഏഴാകാശങ്ങൾക്കപ്പുറം വെച്ച് അല്ലാഹുവിന്റെ തിരുഹദറത്തിൽ വെച്ച് എന്റെ ഉമ്മത്തികൾക്കും നിന്റെ രക്ഷ വേണമെന്ന് പറഞ്ഞ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവനം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ശറഅ് പഠിപ്പിച്ചു തരും, ഞാൻ മരിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ എനിക്ക് കാണിക്കപ്പെട്ടാൽ ഇസ്തഗ്ഫറതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് 10 ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്തുകളെ എത്തിച്ചു തരാൻ പ്രത്യേകം മലക്കുകൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ റൂഹ് അല്ലാഹു എനിക്ക് തിരിച്ചു തരികയും ഞാൻ അതിന് മറുപടി പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു യാത്രയിലെ വാക്കുകളാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين. ഇത് പറഞ്ഞിട്ടാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓരോ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ തിരുമുമ്പിലേക്ക് നബി തങ്ങൾ ചെന്ന ആ ഒരു സംഭവം നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഓരോ തഹിയ്യാത്തിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരുനബി പോയതും നമ്മളെപ്പറ്റി ഓർത്തതും നമുക്കും രക്ഷ വേണമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞു കൊടുത്തതും ഇതൊക്കെ എന്നും ഓർക്കാനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. മിഅ്റാജ് അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പോയ യാത്രയാണ്. അല്ലാഹു അക്ബർ എന്ന് വുദൂ എടുത്തിട്ട് നിസ്കാരത്തിന്റെ ശർത്തുകളൊക്കെ പാലിച്ച് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി പ്രവേശിച്ച് സലാം വീട്ടി പുറത്ത് കടക്കുന്ന
മരണപ്പെടുന്നവരെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ്, തിരുഹദ്റത്തിലാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ്. റബ്ബിനെ നേരിട്ട് കാണാൻ നമുക്കിപ്പോ കഴിയില്ല. എന്നാൽ പരലോകത്ത് കാണാൻ പറ്റും. ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് ഡയറക്റ്റ് സംസാരിക്കുന്ന മുനാജാത്താണ് നിങ്ങളുടെ നിസ്കാരം. അതുകൊണ്ട് മിഅ്റാജിന്റെ അനുഭവമായി നിസ്കാരങ്ങൾ മാറണേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമങ്ങൾ ഓരോന്നും ഭൂമിക്ക് വന്നതാ. സക്കാത്ത് ഭൂമിയിലേക്ക് വന്ന വഹയാണ്, സക്കാത്ത് കൊടുക്കണം. ഹജ്ജ് ഭൂമിയിലേക്ക് വന്നതാണ്. ഹിജാബ് ധരിക്കണം ഭൂമിയിലേക്ക് വന്ന നിയമമാണ്. ഫറായിദിന്റെ നിയമങ്ങൾ, അനന്തരാവകാശ നിയമം ഭൂമിയിലേക്ക് വന്നതാ. എല്ലാം ഭൂമിയിലേക്ക്. ഒന്ന് മാത്രമാണ് ഭൂമിയിൽ നിന്ന് നബിയെ കൊണ്ടുപോയി അവിടെ വെച്ച് കൊടുത്തത്. അതാണ് 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരം കൊടുത്തത് ഈ മിഅ്റാജിന്റെ രാവിലാണ്. അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു സമ്മാനം കൊടുത്തതല്ലേ, സമ്മാനമല്ലേ അത്? ഭൂമിയിൽ നിന്ന് നബിയെ കൊണ്ടുപോയി അവിടെ പോയി കൊടുത്തതാ. ബാക്കിയൊക്കെ ഇവിടെ വന്ന് കൊടുത്തതാ. ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കാരത്തിന്റെ വിഷയമൊഴികെ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയാണ്. ഇവിടെ കണ്ടുബന്ധി വീട്ടിൽ വരുത്തിയിട്ട് ആ ഒരു പ്രത്യേകമായ ഒരു ഇന്റിമസി, ഒരു അടുപ്പം, അള്ളാഹുവിനോടുള്ള ആ ഒരു അടുപ്പം തോന്നാൻ നബിയെ തന്നെ കൊണ്ടുപോയി നിസ്കാരം സമർപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിൽ വലിയൊരു അത്ഭുതം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമയം അവസാനിക്കാനായി 7 മിനിറ്റ് കൂടെ. ഹബീബായ തങ്ങൾക്ക് കൊടുത്തത് 50 നിസ്കാരം. 50 വക്ത് 50 വക്ത് കൊടുത്ത് മൂസ നബിയെ കണ്ടു. മൂസ നബി ഞാൻ വേണ്ടി പറയാം, മുഴുവൻ സമയവും അതിന് 5 അള്ളാഹ് കൊടുത്താൽ പോലും നമ്മൾ എപ്പോഴാ മരിക്കുന്നത് അള്ളാഹ് അറിയില്ലേ? അറിയും. എന്ത് സംഭവിക്കാൻ പോകുന്നു അള്ളാഹുവിന് അറിയൂലേ? അറിയും. ഈ 50 നബിക്ക് കൊടുത്താൽ അതുകൊണ്ട് പോയില്ല, നബി തന്നെ തിരിച്ചു വരും, എന്നോട് ചുരുക്കാൻ വേണ്ടി പറയും, പിന്നെ യാത്രത്തിൽ പിന്നെയും ചുരുങ്ങും, അത് 5ആയി അവസാനിക്കുമെന്ന് അറിയുന്ന റബ്ബ് ആദ്യമേ നബി ഞങ്ങൾ കണ്ടുകൊടുത്തുകൂടായിരുന്നോ? അത് കൊടുത്തില്ല. 50 കൊടുത്ത് 5ആയി ചുരുങ്ങിയപ്പോ പറഞ്ഞ നബിയെ, ഈ 5ന് ഞാൻ 50ന്റെ കൂലി തരും കേട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു ജല്ല ജലാലുഹു. മൂസ നബി എപ്പോഴും പറഞ്ഞു, നബിയെ ഒന്ന് ചുരുക്കി തരുമെന്ന് ചോദിച്ചു നോക്കി, 5ഒക്കെ പ്രയാസാവുന്ന്. ഇവരങ്ങ് പറഞ്ഞു, എന്റെ ഉമ്മത്തികൾക്ക് 5 വക്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ എനിക്ക് നാണായി പോയി. ഇസ്തഹ്യയ്തു മിർ റബ്ബി, ഞാൻ നാണിച്ചുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളെ പറ്റിയുള്ളൊരു കോൺഫിഡൻസ്, നബിതങ്ങൾക്കുള്ളൊരു ആത്മവിശ്വാസമാണ്. നമ്മൾ ആ നിസ്കാരം 5 ഒന്നുപോലും ഒഴിവാക്കൂല, 5 നമുക്കൊണ്ട് കഴിയുമല്ലോ, അത് ഞങ്ങൾ എന്റെ ഉമ്മത്തികൾ ചെയ്യും എന്ന് അള്ളാഹുവിന് വാക്കുകൊടുത്തതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടപ്പെടുത്തല്ലേ, നഷ്ടപ്പെട്ടു പോയത് ഖദാ കൂട്ടിക്കോളി. റമദാനാ വരുന്നത്. അതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടപ്പെട്ടു. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയായേടം മുതൽ എത്രയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഖദാ കൂട്ടിക്കോളി. അതിൽ ഉപേക്ഷ വരുത്തേണ്ട. ഒരു ഫർദിന്റെ കൂടെ ഒരു ഫർദ്, ഒരു അസ്റിന്റെ കൂടെ ഒരു അസ്ർ, ഒരു മഗ്രിബിനോട് ഒരു മഗ്രിബ്, ഒരു ഇശാഇന്റെ കൂടെ ഒരു ഇശാ. എത്ര കാലം നമുക്ക് പിന്നോട്ട് പോയാൽ കണക്ക് കിട്ടോ, ആ കണക്ക് വെച്ചിട്ട് ഇന്ന ദിവസത്തെ ഇന്ന ളുഹർ അങ്ങനെയൊന്നും വേണ്ട. നഷ്ടപ്പെട്ടു പോയൊരു ളുഹർ ഞാൻ നിസ്കരിക്കുക, പടച്ചറബ്ബെ ഖദായി പോയ ഒരു അസ്ർ ഞാൻ ഖദാ കൂട്ടാം, എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു മഗ്രിബ്. അങ്ങനെ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ 10 15 കൊല്ലം ആയിക്കോട്ടെ, കണക്ക് വെച്ചോളി. അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കും ചെയ്യുക, റബ്ബേ എങ്ങാനും ഇതെനിക്ക് പൂർത്തിയാക്കി കിട്ടാൻ പറ്റാതെ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്ക് പുറത്തു തരണം കേട്ടോ പടച്ചോനെ എന്ന് റബ്ബിനോട് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഖളാ കൂട്ടാൻ ഒരുങ്ങിക്കോളി. ഖളാ കൂട്ടി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അള്ളാഹു അതിന്റെയൊക്കെ കൂലി സുന്നത്ത് നിസ്കാരത്തെക്കാളും കൂലി ഫർദിനാ. നമുക്കറിയാമല്ലോ, സുന്നത്തിനേക്കാളും കൂലി ഫർദിനാ. നിങ്ങൾ ഫർദ് ഖളാ കൂട്ടലാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂലി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യം, സുന്നത്ത് നിസ്കരിക്കാനുള്ള ഉന്മേഷം ഉണ്ടെങ്കിൽ അവർ ഫർദ് ഖളാ കൂട്ടണം എന്ന് പറയാൻ കാരണം അതിനർത്ഥം എനിക്ക് ഫർദ് ഉണ്ടെന്ന് നീ സുന്നത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് മാറിക്കാനല്ല. സുന്നത്ത് നിസ്കരിക്കാനൊക്കെ സമയമുണ്ടോ എന്ന് നീ ഫർദ് നിസ്കരിച്ചോ, ഫർദ് ഖളാ കൂട്ടണം. അല്ലാഹു തആല നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖളാ കൂട്ടിയെടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിൽ വന്ന അപാകതകൾ, അശ്രദ്ധകൾ അല്ലാഹു മാപ്പ് തരട്ടെ, അല്ലാഹു പരിഹരിച്ചു തരട്ടെ. നമ്മുടെ നിസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല. നിങ്ങൾ എത്രയാണോ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നത് അത്രയാണ് നിസ്കാരത്തിന് കൂലിയുള്ളൂ. 4 റക്അത്ത് ഇശാ നിസ്കരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത്. ഈ 4 റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി എത്ര നേരം അള്ളാഹിനെ പറ്റി ഓർത്തിട്ടുണ്ടോ അതിനെ കൂലിയുള്ളൂ, അതിനെ കൂലി കിട്ടുള്ളൂ. അള്ളാഹ് നിസ്കരിച്ചു അള്ളാഹു ചോദിക്കൂല എന്റെ നിസ്കരിക്കാൻ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, കൂലിയോ? കൂലി ഇത്രയേ ഉള്ളൂ. നിന്നെ മുഴുവൻ ജോലി ചെയ്തിട്ടില്ലല്ലോ, നീ പഞ്ചിങ് നടത്തിയിട്ടുണ്ട്, രാവിലെ 7 മണിക്ക് വന്ന് വൈകുന്നേരം 8 മണിക്കാ പോയത്, ഒക്കെ ശരി, നീ പണിയെടുത്തിട്ടില്ല. തക്ബീർ ചൊല്ലി കയറിയിട്ടുണ്ട്, പക്ഷെ നിന്നെ മനസ്സരിക്ക് വന്നിട്ടില്ലല്ലോ, നിന്റെ മനസ്സ് വേറെ എവിടെ ആയിരുന്നില്ലേ? ഇത് അള്ളാഹു ചോദിക്കുന്നൊരു രംഗം. അള്ളാഹു നമ്മുടെ നിസ്കാരത്തെ സ്വീകരിക്കുമാറാകട്ടെ. 50 വക്ത് കൊടുത്തു 5ആക്കി ചുരുങ്ങാൻ അതെന്തേ അങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ഉലമാ പറഞ്ഞു. ഒരു നിസ്കാരം നിർവഹിക്കാൻ മിനിമം
നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്തപ്പോഴും കൈയൊക്കെ കഴുകി വൃത്തിയായി ഒതു കൊടുത്തു, മൂത്രയ്ക്കാൻ പോകണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഒതു കൊടുത്തു, നിസ്കരിക്കാനുള്ള സ്ഥലം വൃത്തിയായി റെഡിയാക്കി നിന്നു. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, 4 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്ത് ഫർള് നിസ്കരിച്ചു. അതിനുശേഷമുള്ള സുന്നത്ത് ഒക്കെ കൂടെ നോക്കിയാൽ ഒരു 20 മിനിറ്റ് സമയം ആവശ്യം വരുന്ന 20 മിനിറ്റ് സമയം. ഇതൊക്കെ കൂടെ 2 മിനിറ്റോട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ സ്വാഭാവികമായി പറഞ്ഞ 20 മിനിറ്റ് വേണമെന്ന ഒരു നിസ്കാരത്തിന് 20 മിനിറ്റ് സമയം കാണണമെന്നാണ്. നമ്മൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് ഓർമ്മയുണ്ടാവുള്ളൂ. നിസ്കാരത്തിന് ശ്രദ്ധ വരുന്നില്ല, നമ്മൾ നേരെ ഓഫീസിൽ ഓടിയിട്ട് അല്ലാഹു അക്ബർ, അതല്ല ഉദുവൊക്കെ മട്ടത്തിലെടുത്ത് ദിക്റൊക്കെ ചൊല്ലി ഉദു കഴിഞ്ഞ് ദുആയൊക്കെ ചൊല്ലിയിട്ട് അതിന്റെ മുമ്പുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് ഫർള് വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് ആ ഇമാമോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുമ്പോൾ അപ്പൊ മനസ്സിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. മറ്റേ നമ്മൾ റഷ് ചെയ്യാൻ ആ നിസ്കാരം കഴിഞ്ഞ് ആ ഒരു വലിയ അങ്ങേയറ്റത്തെ ഒരു വലിയ കോൺസെൻട്രേഷനിൽ നിന്ന് അതിനൊന്ന് മിനിമൈസ് ചെയ്യാനാണ് പിന്നെ സുന്നത്ത് നിസ്കാരം. അപ്പോഴേ നമുക്ക് റിലീസാവുള്ളൂ, മെന്റലി റിലീസാവാൻ പറ്റുള്ളൂ. ഒറ്റടിക്കണ്ട് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഫർള് കഴിഞ്ഞ് ഒരു സുന്നത്തും കഴിഞ്ഞിട്ട് പോവാൻ. ഇതൊക്കെയാണ് ശറഈന്റെ വളരെ മനോഹരമായ വശങ്ങൾ. എന്നായിരുന്നാലും 20 മിനിറ്റ് സമയം എടുക്കുന്ന പറയാം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓർത്തെടുക്കാൻ എളുപ്പമാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. 5 വക്ത് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം? അപ്പോ 100 മിനിറ്റ് സമയം വേണം. ഒരു വക്തിന് 20 മിനിറ്റ്, 5 വക്തിന് 100 മിനിറ്റ് സമയം വേണം. അപ്പോഴേ നമുക്ക് 5 വക്ത് നിസ്കരിക്കാൻ പറ്റൂ. 50 ായിരുന്നു അല്ലാഹു തന്നിരുന്നതെങ്കിൽ നമുക്ക് 1000 മിനിറ്റ് സമയം വേണം. ആയിരം മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? വിശ്രമിക്കണമെന്നാണ്. അത് കഴിഞ്ഞ ഉറക്കത്തിന് എഴുന്നേറ്റാൽ ഉണർച്ച മുഴുവൻ നമുക്ക് കിട്ടുന്നത് 16 മണിക്കൂറാണ്. ഈ 16 മണിക്കൂർ സമയമെടുത്താലേ 50 വക്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം 5 വക്ത് നിസ്കാരം സലാം വീട്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനി എനിക്ക് എന്തും ചെയ്യാം, ഇനി എനിക്ക് എന്തും കാണാം, എന്തും പറയാം എന്ന് ചിന്തിക്കാൻ. നിസ്കാരം കഴിഞ്ഞാലും നീ നിസ്കാരത്തിൽ തന്നെയാണ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെയാണ്. ഫർള് നിസ്കാരം 5 കഴിഞ്ഞാലും നീ ഉറങ്ങുന്നവരെ അള്ളാഹിന്റെ മുമ്പിലാണെന്ന് ഓർത്തേക്കണം കേട്ടോ. ഈ ഒരു വലിയ ആശയം പഠിപ്പിക്കാനാണ് അള്ളാഹു ജല്ല ജലാലു 50 കൊടുത്തിട്ട് 5 ആക്കി ചുരുക്കിയത് എന്ന് മഹാനായ അല്ലാമ തൻസാവിയെ പോലെയുള്ള ആലിമീങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല മുഴു സമയം അവന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ആ ഒരു ബോധത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇതുപോലെയുള്ള ഒരു റജബ് മാസത്തിന്റെ ഇന്നലത്തെ രാവ് 27 രാവ്, ആ ഒരു രാവിലായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്. ഹബീബിന്റെ ആ ഒരു യാത്ര വിശദീകരിച്ചു കൊടുത്തപ്പോ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവരോട് ചെന്ന് പറയാൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ, ഇന്നലെ ഇവിടുന്ന് അക്സയിൽ പോയി, അക്സയിൽ നേരാകാശവും അപ്പവും കടന്ന് തിരിച്ചു വന്നിരിക്കുന്നു. എന്തു പറയുന്നു? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂ ഖുഹാ എന്നാണ്. അബൂബക്കർ ഇബ്നു അബീ ഖുഹാ അവസാനകാലം ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളാണ് സിദ്ദീഖ് തങ്ങളുടെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും ആ സിദ്ദീഖ് എന്നവരെ ഒരൊറ്റ മറുപടി കൊടുത്തത്. അവരൊക്കെ കളിയാക്കിയിട്ട് ഇതിന്റെ അത്ഭുതം നിബിധങ്ങളെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അബൂജഹൽ അടക്കമുള്ള ശത്രുക്കളോട് ആദ്യം പറഞ്ഞു കൊടുത്തത്. അവർ കളിയാക്കാൻ തുടങ്ങി, നന്നായി പരിഹസിച്ചു. ഇവരൊന്നും പറഞ്ഞില്ല. തങ്ങളോട് ഇവർ ചെന്ന് പറയാൻ തുടങ്ങി, സിദ്ദീഖ് എന്നവരെ ഓർമ്മല്ലേ, മുമ്പേ ഞങ്ങൾ പറയാറില്ലേ നിന്റെ കൂട്ടുകാരന്റെ ഭ്രാന്താണെന്ന്, ഇപ്പതാ ഇന്നലെ ഇങ്ങനെയൊക്കെ യാത്ര പോയി. എന്റെ നബി നിങ്ങളോടൊക്കെ പറഞ്ഞു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് വേറെ ഒരു തെളിവും വേണ്ട എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ സമയത്താണ് സുമ്മിയ സിദ്ദീഖ, അത്രക്ക് ഈമാനുള്ള മഹാൻ എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് എന്ന പേര് മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചാർത്തി കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ലോകത്ത് ഇതേവരെ വന്ന മുസ്ലിമീങ്ങൾ, നബി തങ്ങളുടെ അസ്ഹാബ്, നബി തങ്ങളുടെ സ്വഹാബികളും ഇനി ലോകാവസാനം വരെ വരാൻ പോകുന്ന സ്വഹാബി അല്ലാഹുവിന്റെ ദീനിന്റെ അനുയായികൾ, ഈ മുസ്ലിം ഉമ്മത്തിൽ വരാൻ പോകുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഖൽബിന്റെ ഉള്ളിലെ ഈമാനങ്ങ് പഠിച്ചെടുത്ത് ഒരു തുലാസിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് കനം തൂങ്ങുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. ഒരുപാട് ആളുകൾക്ക് പരീക്ഷണമായിരുന്നു ഇസ്രാഉം മിഅ്റാജും. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂലേ? യുക്തിവാദികൾക്ക് പുറത്തു പോകാം, അല്ലാഹു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അകത്തു നിൽക്കാം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ വലിയൊരു പ്രഖ്യാപനമാണ് അൽ ഇസ്രാഉ വൽ മിഅ്റാജ്. അല്ലാഹു നമ്മുടെ ഖൽബിന് ഈമാൻ തരട്ടെ, നമ്മുടെ ഖൽബിലെ വിശ്വാസം അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ.
സ്വർഗവും നരകവും കണ്ടുവന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിശദീകരിക്കാൻ സമയമല്ല, സമയം അതിക്രമിച്ചു. 2 മിനിറ്റ് ഏറെയായി. അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ നരകത്തിലെ ശിക്ഷകൾ കണ്ടു, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും കണ്ടു. അതുകൊണ്ടാണ് ലൗ തഅലമൂന മാ അഅലം ലളഹിതും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിഷയം നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, ധാരാളം കരയുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ദുബൈയിൽ നിന്ന് ഉംറക്ക് പോയൊരു ബസ് എടുത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ പറ്റി. 2 ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ ഒരുപാട് ആളുകൾ വേറെയും ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ ഉമ്മ മരണപ്പെട്ട ആണ്ടാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സുഹൃത്തുണ്ട് നാട്ടിലെ മുഹമ്മദ് കുഞ്ഞിന്, അവരുടെ ഉമ്മ മരണപ്പെട്ട മാസമാണ്. അല്ലാഹു തആല ഉമ്മക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ എന്റെ സുഹൃത്തുണ്ട് നാട്ടിലെ റമീസ്, അതിന്റെ പെങ്ങളുടെ കുഞ്ഞ് നിലനിർത്താത്ത കരച്ചിലാണ്. ആ കുഞ്ഞിക്ക് വേണ്ടി ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുഞ്ഞിന് ശിഫ കൊടുക്കുമാറാകട്ടെ. അവരുടെ ഉമ്മ ശരീരത്തിൽ അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസത്തിലാണ്. അല്ലാഹു തആല ഉമ്മാക്കും ശിഫ കൊടുക്കുമാറാകട്ടെ. പിന്നെ തങ്ങളെ മകൻ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. ഓക്കെ 10 വർഷമായി. സ്വാലിഹായ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ആരൊക്കെ പറഞ്ഞു. അല്ലാഹു തആല അവർക്കെല്ലാം കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കൊക്കെ അല്ലാഹു കൺകുളിമുള്ള മക്കളെ അല്ലാഹു സദസ്സിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സിദ്ദീഖ് ഹാജിയുടെ വകയാണെന്ന് പായസം ഇവിടെ വിതരണം ചെയ്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും മറ്റു ഏർപ്പാടുകളൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. ഒരാളുടെ കുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ വേറൊരാൾ അടുത്ത ആഴ്ചത്തേക്കുള്ള അവിടുത്തെ പായസം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. കുഞ്ഞിൽ അല്ലാഹു ഖൈറും ബർക്കത്തും കൊടുക്കുമാറാകട്ടെ. KMCCയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് MK മൊയ്തീൻ കയുടെ ഭാര്യ വിയ്യുമ്മ എന്ന പീച്ചുമോൾ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ. ജോലി സംബന്ധമായ ജോലിയിലെ പ്രൊമോഷന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയുടെ ഉപ്പയുടെ അസുഖം മാറാനും അവർക്ക് ശിഫയാകാൻ വേണ്ടി അല്ലാഹു 2 പേർക്കും ശിഫ നൽകുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മക്കളിൽ അല്ലാഹു അവരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരൻ മരിച്ച ദിവസമാണെന്ന് പറഞ്ഞു. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഉപ്പയുടെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് മാനസികമായ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹു തആല കുടുംബത്തിന് സ്വാലിഹായ ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അല്ലാഹു അവർക്ക് പെൺകുട്ടിയെ നൽകുമാറാകട്ടെ. ആൺകുട്ടികളുള്ളവർക്ക് പെൺകുട്ടിയെ വേണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക, പെൺകുട്ടികളുള്ളവർക്ക് ആൺകുട്ടി കിട്ടണമെന്നാണ് അല്ലാഹു ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ എന്തോ അത് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. 2 ദിവസം മുമ്പ് പ്രസവിച്ച പെങ്ങളുടെ കുട്ടിക്ക് മൃദ്വാരം പറഞ്ഞതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ടി വന്നത് ആർക്കും അല്ലാഹു കുഞ്ഞിന് പരിപൂർണ്ണ ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് 29-ാം തീയതി നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യാത്ര അല്ലാഹു ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ലൈസൻസ് പാസ്സായി കിട്ടാൻ അല്ലാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. ക്രെഡിറ്റ് കാർഡുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് അതുപോലെയുള്ള ഈ പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡുകളൊക്കെ വളരെ ലൂറിംഗ് ആണ്. അങ്ങേയറ്റം മനുഷ്യനെ ഇങ്ങനെ കുടുക്കിക്കളയുന്ന സംഗതികളാണ്. എന്നൊക്കെ മോചനം കിട്ടിയാൽ തന്നെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. അല്ലാഹു അദ്ദേഹത്തിനും അതുപോലെ ആർക്കൊക്കെ വിഷമങ്ങളുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ജോലിയിലെ പ്രശ്നങ്ങൾ കാരണം ഒഴിവായി പോവാണ്. യാത്ര ഖൈറാമിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മകളുടെ കല്യാണം നോമ്പിന് ശേഷം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയുടെ കല്യാണത്തിൽ സന്തോഷം ബറക്കത്തും നൽകട്ടെ. ജോലിയിൽ വളരെ പ്രശ്നങ്ങളുണ്ട്, പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കും അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അല്ലാഹു ഖൈറായ ജോലി നൽകട്ടെ. ഉള്ള ജോലികൾ അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖൈറായതിലേക്ക് അല്ലാഹു മാറ്റം നൽകുമാറാകട്ടെ. അനുജന് സ്വാലിഹായ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കാൻ അല്ലാഹു അവർക്ക് സ്വാലിഹായ ഒരു ആൺകുട്ടിയെ കൊടുക്കട്ടെ. ആമീൻ. നാട്ടിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന സഹോദരന് വേണ്ടി അല്ലാഹു സഹോദരന് ശിഫ കൊടുക്കട്ടെ. നമ്മുടെ അടുത്തുനിന്ന് ഹോട്ടൽ എന്ന് തുറന്ന് പ്രവർത്തിക്കാൻ ചില തടസ്സങ്ങളുണ്ട്. അല്ലാഹു തആല അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ മരിച്ച ആണ്ടാണ്. നാളെ ദുആയിരക്ക് അല്ലാഹു ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ. വിസിറ്റ് വിസയിലൂടെ വന്ന് ഒരുപാട് ആളുകൾ ജോലി അന്വേഷിക്കുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറായ ജോലി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സുന്നി സെന്ററിന്റെ മുൻകാല സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് ഹാജി സുഖമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കൈപ്പമംഗലം അല്ലെ, അല്ലാഹു തആല അവർക്ക് ആഫിയത്തും സലാമത്തും കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസവും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ഒരു സഹോദരന്റെ വിസ ഓവറായി ജോലി മാറാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. വിസ അടിച്ചു കിട്ടാതെ മറ്റു വിഷമത്തിലുള്ളവരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല പ്രയാസം നീക്കി കൊടുക്കട്ടെ. ബിസിനസ്സിൽ പാർട്ട്ണർക്ക് കൊടുത്ത പൈസ തിരിച്ചു തരാനുള്ള മനസ്സുണ്ടാവാൻ വേണ്ടി അല്ലാഹു അദ്ദേഹത്തിന്റെ ഹക്ക് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുമാറാകട്ടെ.
പിന്നെ 17 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല, അല്ലാഹു അവർക്കും അതുപോലെ വിഷമിക്കുന്നവർക്ക് ഖൈറായ സ്വാലിഹീങ്ങളെ മക്കൾ അല്ലാഹു നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി നമ്മുടെ സഹോദരിമാർ ആരെല്ലാം ഇപ്പോ ഗർഭത്തിലുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല സുഖപ്രസവം നൽകുമാറാകട്ടെ. കുടുംബജീവിതം സന്തോഷമായി തീരാൻ വേണ്ടി നമ്മൾ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളും അല്ലാത്തവരുമായി കുടുംബജീവിതത്തിലെ വിഷമങ്ങളുള്ളവർക്കൊക്കെ അല്ലാഹു ഉടനെ തന്നെ അല്ലാഹു പരിഹാരം നൽകട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. മനസ്സിലെത്തുമ്പോൾ കാരണം ബുദ്ധിമുട്ടുന്ന സഹോദരന് വേണ്ടി അല്ലാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. MK മൊയ്തീൻ സാഹിബിന്റെ ഭാര്യ കാലത്ത് മരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബൈലക്സിലെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സൗദിയിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ, ഒമാനിലും നമ്മുടെ യുഎഇയുടെ മറ്റു പല ഭാഗങ്ങളിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമുക്കവരറിയില്ല. അവര് നമ്മളുമായി സദസ്സുമായി അവർ മാനസികമായി നമ്മളോടൊപ്പം ഉണ്ട്. അല്ലാഹു അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും ഈ സദസ്സിൽ ഇപ്പോൾ ഉള്ള നിങ്ങളൊക്കെ ഒരുപാട് ദുആകൾ അപേക്ഷിക്കേണ്ട ദുആ എഴുതി തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിയത്ത് ചെയ്തിട്ടുള്ള ഏതെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ. നമ്മുടെ ബൈലക്സിലുള്ള സുഹൃത്തുക്കൾ അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം വിഷമങ്ങൾ നിങ്ങൾക്കും അവർക്കും നമുക്കൊക്കെ ഉണ്ടോ ആ വിഷമങ്ങൾക്ക് അല്ലാഹു അറിയുന്നവനാണ്. റബ്ബ് തആല നീക്കി തരുമാറാകട്ടെ. എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ഖൈറായ വിഷയങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ റിലീജിയസ് വിംഗ് സംഘടിപ്പിക്കുന്ന സക്കാത്ത് ഒരു സമഗ്ര പഠനം എന്റെ സുഹൃത്ത് അബ്ദുൽ മജീദ് ഹുദവി, അദ്ദേഹം ഖത്തറിൽ അൽ ജസീറ ചാനലിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ സുഹൈൽ ഹുദവി ചേകനൂരോ ജുബൈർ ഹുദവിയോ? ജുബൈർ ഹുദവി ചേകനൂരുള്ള നമ്മുടെ ഡോക്ടർ ജുബൈർ ഹുദവിയാണ്. അപ്പോ ഡോക്ടർ ജുബൈർ ഹുദവിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. അവർ ഇൻഷാ അല്ലാഹ് 28-ാം തീയതി വ്യാഴാഴ്ച, 28 വരുന്ന വ്യാഴാഴ്ച അല്ലേ, വരുന്ന വ്യാഴാഴ്ച 9 മണിക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര പഠനമുണ്ട്. ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അല്ലാഹു പരിപാടി വിജയിപ്പിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ആയിരിക്കുമ്പോൾ സക്കാത്തിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക നിർബന്ധമാണ്. കാരണം നമ്മൾ പൈസയുമായി ഇടപെടുന്ന ആൾക്കാരാണ്. ജോലി കച്ചവടക്കാരൊക്കെ വരണം. എന്ത് ചെയ്യുക, സക്കാത്തിനെ സംബന്ധിച്ച് പഠിക്കേണ്ട ഒരുപാട് വശങ്ങളുണ്ട്. ഓരോന്നും നമ്മളിപ്പോ സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ, ഏകദേശം ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എല്ലാവരും വന്ന് പഠിക്കുക. നിങ്ങൾ അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാലോ. ഇത് മെയ് 28 അടുത്ത വ്യാഴ്ച, പിറ്റത്തെ വ്യാഴ്ചയാണ് അല്ലേ ഇൻഷാ അല്ലാഹ്. അടുത്ത വ്യാഴ്ച മെയ് 21 അപ്പൊ 28 നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് 28-ാം തീയതി. പിന്നെ ദാറുൽഹുദയിലേക്ക് ഇപ്പോ മക്കളില്ലാത്ത ആളുകൾ, ഇപ്പൊ നമ്മള് ഞാൻ ദാറുൽഹുദയിൽ പഠിച്ചാൽ നമുക്ക് അറിയാം. ദാറുൽഹുദയില് അവിടുത്തെ മുമ്പേ ഹൈദറുള്ള സമയത്ത് തന്നെ ഉസ്താദ് പറയും ദാറുൽഹുദയിലേക്ക് ഒരു പഞ്ചസാര ചാക്ക് എന്ത് ചെയ്യുക, നേർച്ച ചെയ്യുക, ഒരു സ്വതക്ക ചെയ്യുക. ദാറുൽഹുദയിലേക്ക് മക്കളില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു നിയത്ത് ചെയ്യുക. അവിടുത്തെ കുട്ടികൾക്ക് ചായ കുടിക്കാനോ ഒരു പഞ്ചസാര ചാക്ക്, വേറൊന്നും അരിച്ചാക്കൊന്നും വേണ്ട, ഒരു പഞ്ചസാര ചാക്ക് എന്ത് ചെയ്യുക, നേർച്ച ചെയ്തിട്ട് ദാറുൽഹുദയിലെ തിങ്കളാഴ്ച, എല്ലാ ദിവസവും തിങ്കളാഴ്ച അസറിന് ശേഷം മഹാനായ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ നേതൃത്വം കൊടുക്കുന്ന ദുആ ഉണ്ട്. അവിടെ 1500 വിദ്യാർത്ഥികൾ മുച്ചാലിമീങ്ങൾ തന്നെ അവിടെ ഉണ്ടാവും. ഒരു വലിയൊരു പെരുന്നാളിന്റെ പോലെ എല്ലാ നിസ്കാരവും ദാറുൽ പോയവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. ആ അസർ നിസ്കാരം നിങ്ങൾ ദുആയിലൂടെ ചെല്ലുക. പറഞ്ഞ ഓഫീസിലേക്ക് വിളിച്ച് പറയാ, എന്നിട്ട് നിങ്ങൾ വരുന്ന ദിവസം അറിയിക്കുക. ആ തിങ്കളാഴ്ച അവിടെ എത്തി നിങ്ങൾ ആ സ്വതക്കും കൊണ്ട് അവിടെ ഏൽപ്പിക്കുക. ഒരു പഞ്ചസാര ചാക്ക് വാങ്ങാൻ അത്രേ വേണ്ടു. 4 പഞ്ചസാര ചാക്കും വേണ്ട, 50 വേണ്ട, ഒരു പഞ്ചസാര ചാക്ക്. അതൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു കാരണമായിരിക്കാം, നമുക്കറിയില്ല. ബാദിസ്ഥാനിന്റെ അടുത്തൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്കറിയുന്ന അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്തും അങ്ങനെ ഒരുപാട് ആളുകൾക്ക്. അതുമാത്രമല്ല, ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഫുജേറയ്ക്ക് വരികയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പരിചയം. ഞാൻ പറഞ്ഞ ഓർമ്മ കാണില്ല. പറഞ്ഞു 10 വർഷം മുമ്പ് 13 വർഷം മുമ്പ് നിങ്ങൾ ഈ ദുബൈയിൽ വന്ന സമയത്ത്, അന്ന് ദാറുൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത് പറയാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾ അബുദാബിയിലെ മുസഫയിൽ വന്നിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ദാറുലേക്ക് ഒരു പഞ്ചസാര ചാക്ക് കൊടുക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കുകയും ചെയ്തു. എനിക്കിപ്പോ 2 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് 8 വയസ്സായി എന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് റാഹത്തായി, എല്ലാം കാണാൻ പരിചയപ്പെടാനൊക്കെ സാധിച്ചല്ലോ. അദ്ദേഹം വലിയ സന്തോഷം പറഞ്ഞു. ചിലപ്പോ ഇവിടെ ഉണ്ടാവും, ദുബൈയിലോ അജ്മാനിലോ ഫുജേറിയിലോ എവിടെയാണെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം കൂടെ നോക്ക്. ഇൻഷാ അല്ലാഹു തആല ഏതൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് തീരാൻ നമുക്കറിയില്ലല്ലോ. ഒരു ദീനി വിഷയത്തിനും എൽമ പഠിക്കുന്ന കാര്യത്തിനും വേണ്ടിയല്ലേ ഇൻഷാ അല്ലാഹ്. പിന്നെ വഫിയ കോഴ്സിന് വേണ്ടി നമ്മുടെ ഉസ്താദിന്റെ മോള് ഇവിടെ വഫിയ കോഴ്സിന് വേണ്ടി ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് അതിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആല അവർക്ക്, ആ കുട്ടിക്ക് അല്ലാഹു അഡ്മിഷൻ നൽകട്ടെ. അല്ലെ, പെൺകുട്ടികൾക്ക് SSLC കഴിഞ്ഞ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള കോഴ്സാണ് വഫിയ
കോഴ്സ്. നമ്മുടെ വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയിൽ അതിന്റെ സഹസ്ഥാപനങ്ങൾ നടക്കുന്ന കോഴ്സാണ്. പിന്നെ നമ്മുടെ സുഹൃത്ത് അബ്ദുള്ള ഹാജിയുടെ മോനുണ്ട് റാഷിദ്, അദ്ദേഹം ആ കുട്ടിയും വാഫി കോഴ്സിന്റെ എക്സാമിൽ ഇരിക്കുകയാണ്. അല്ലാഹു തആല അവർക്കും വാഫി കോഴ്സിന്റെ എക്സാമിൽ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് വേണ്ടിയൊക്കെ അല്ലാഹു തആല അവരുടെ പരീക്ഷയിലൊക്കെ നല്ല വിജയം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. നല്ല ആലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും ഉലമാഇനെയും അല്ലാഹു സമൂഹത്തിന് സമർപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മൾ ഈ നോമ്പിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. ഇംഗ്ലീഷ് ക്ലാസ് അടുത്ത ആഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇവിടെ ഉണ്ടാവും. നിങ്ങളോടൊന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉണർത്തിയിട്ട് കാര്യമുണ്ടോ? അതെ, ആയിക്കോട്ടെ. നിങ്ങളൊക്കെ വരും വിചാരിച്ച് ഞാൻ വരലുണ്ട് മഗ്‌രിബിന്റെ ശേഷം. നമ്മൾ ആ 10-15 ആളൊക്കെ ഇവിടെ കാണുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇപ്പൊ റമളാൻ കഴിഞ്ഞ് നിർത്തേണ്ടി വരുന്നത്. അതെ, കമ്പനിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഞാൻ ഏതായാലും ഒരു മണിക്കൂർ മുമ്പോട് എത്താറുണ്ട്. ഇന്നുമില്ല, എല്ലാ ശനിയാഴ്ചയും മഗ്‌രിബിന് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എത്തുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും, വെറുതെ ഒരു സമയം എനിക്ക് ആ ഒരു മണിക്കൂറിട്ട് ഒരുപാട് പണി ചെയ്യാനുണ്ട്. അത് ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുമ്പോൾ റാഹത്താണ്. ഇല്ലെങ്കിൽ നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ടൊന്ന് ഓൾട്ടർനേറ്റീവ് ആലോചിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ക്ലാസിന്റെ വിഷയങ്ങൾ ഓർമ്മിക്കാൻ ബഹുമാനപ്പെട്ട അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك عليه. നിന്റെ ഹദ്റത്തിൽ വന്ന് നിന്നെ കണ്ണുകൊണ്ട് കണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ, ജന്നത്തുൽ ഫിർദൗസിൽ അലിയിനിൽ വന്ന് നിന്നെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹു നിന്റെ ലിഖാഉ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മർസുഖ്നാ ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക യാ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ വജ്ഹിലേക്ക് നോക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ നിസ്കാരം ഞങ്ങൾക്ക് മിഅ്റാജാക്കി തരണേ റബ്ബേ. അല്ലാഹു നിന്റെ മുമ്പിൽ മനസ്സ് കൊടുത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ. ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅുലമായ ഒരു സദസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അല്ലാഹുവേ, ഉസ്താദിന് ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. ഉസ്താദന്മാർക്കൊക്കെയും ആഫിയത്തും സലാമത്തും നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെ സദുദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഇൽമ പഠിപ്പിച്ച് ആരെക്കൊണ്ടവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം ഇൽമ പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്നുണ്ടോ അവർക്കും ഖൈറും ബർക്കത്തും സലാമത്തും ആഫിയത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, സദസ്സിലേക്ക് ഒത്തുചേർന്നിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും നീ പൊരുത്തപ്പെടണേ റബ്ബേ. ഞങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളോട് നിനക്ക് പൊരുത്തുണ്ടാവണേ റബ്ബേ. അല്ലാഹു ഞങ്ങളോട് നീ വെറുക്കല്ലേ റബ്ബേ. ഞങ്ങളോട് നിന്റെ ദേഷ്യമാകല്ലേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും ഞങ്ങൾ ഇതെല്ലാം സമ്മതിച്ചതിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് കുറച്ചോലെ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റബ്ബേ. ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ. ചെയ്തുപോയ തെറ്റുകൾക്ക് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ റബ്ബേ. നീ ഞങ്ങളെ ശിക്ഷിക്കരുത് തമ്പുരാനെ. അല്ലാഹു നിന്റെ നരകത്തിന്റെ അദാബിന് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഗുരുനാഥന്മാർ ഞങ്ങളോട് സ്നേഹബന്ധമുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും എല്ലാവരും കാത്ത് രക്ഷിക്കണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് ദാറുൽ ഹുദയ്ക്ക് വേണ്ടി, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ നീ അറിയാമല്ലോ റബ്ബേ. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ റബ്ബേ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും ഒക്കെ ഒരുപാട് ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, നിന്റെ ദീനിനെ സഹായിക്കാനുള്ള സന്മനസ് ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ആർക്കും മാരക രോഗങ്ങൾ വരാതെ നീ കാക്കണേ റഹ്മാനെ. കിടപ്പിലായി പോകുന്ന അസുഖം വരാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹു കിടന്ന കിടപ്പിലായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ റബ്ബേ, അവർക്കൊക്കെ നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും മാതാപിതാക്കൾക്കൊക്കെയും പരിപൂർണ്ണ ആഫിയത്ത് മരണം വരെ നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹു മക്കളില്ലാതെ വിഷമിക്കുന്നവർ കൺകുളിമുള്ള മക്കളെ നീ കൊടുക്കണേ റബ്ബേ. വിവാഹപ്രായം എത്തിയിരിക്കുന്ന സഹോദരിമാര്, വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ, അവർക്കൊക്കെ യോജിച്ച ഇണകളെ നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിവാഹം കഴിച്ചു കഴിഞ്ഞവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ റബ്ബേ. മനസ്സിലത്തുന്ന സ്നേഹം നിലനിർത്തണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കശപിശയോ പ്രശ്നങ്ങളോ അകൽച്ചയോ ഉണ്ടെങ്കിൽ ഈ നിമിഷം അവരുടെ കൽബുകൾക്കുള്ളിൽ നീ സ്നേഹം നിറക്കണേ തമ്പുരാനെ. ആ വിഷമങ്ങൾക്ക് നീക്കണമേ റബ്ബേ. അടുപ്പത്തിലും സ്നേഹത്തിലുമാക്കണേ റബ്ബേ. നാട്ടിൽ
നാട്ടിൽ കുടുംബത്തെ ആക്കിപ്പോന്ന് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. ആ കുടുംബത്തെ, ഞങ്ങളുടെ ഭാര്യ സന്തതികളൊക്കെ എല്ലാവരെയും നിന്റെ കാവലിലാക്കണേ റബ്ബേ. നീ സംരക്ഷിക്കണം തമ്പുരാനെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നീ കാക്കണേ റബ്ബേ. അവർക്ക് നല്ലത് പഠിക്കാനും നല്ലതറിയാനുമുള്ള അവസരം നീ കൊടുക്കണേ റഹ്മാനെ. അവരുടെ കയ്യിലോ അവരുടെ കൂട്ടത്തിലോ പെടാതെ ഞങ്ങളുടെ മക്കളെല്ലാവരും നീ കാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുള്ളവരൊക്കെ ആൺമക്കളെയും പെൺമക്കളെയും നീ സംരക്ഷിക്കണം റഹ്മാനെ. അവർക്കൊക്കെ നീ നല്ല രീതിയിൽ അവർക്ക് വളരാനുള്ള സാഹചര്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹു മാതാപിതാക്കൾക്ക് അവരെ ഫീസ് അടച്ചവരെ സഹായിക്കാനേ കഴിയൂ. അവരുടെ സ്വഭാവം നന്നാക്കാൻ നിനക്ക് കഴിയൂ പടച്ചോനെ. നീ അവരെ സഹായിക്കണം റഹ്മാനെ. അല്ലാഹു അവരെ വഴിതെറ്റി പോവാതെ കാക്കണേ റബ്ബേ. മകളെ തള്ളിക്കളയുന്ന അവസ്ഥയ്ക്ക് വെക്കണം. ഞങ്ങൾക്ക് മക്കളൊക്കെ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അച്ചടക്കവും മാതാപിതാക്കളോട് കുടുംബത്തോട് സ്നേഹമുള്ളവരാക്കി തരണേ തമ്പുരാനെ. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ ജോലി ചെയ്യാമെന്നവരാ റബ്ബേ, അധ്വാനിക്കാമെന്നവരാ. ഞങ്ങളുടെ ജോലികളിൽ ഖൈർ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നീ ഖൈർ ചെയ്യണേ റബ്ബേ. ഞങ്ങൾ ആദക്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ റബ്ബേ. ജോലി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അകറ്റി തരണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയും കച്ചവടവും തൊഴിലുമൊക്കെ നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തരണം റഹ്മാനെ. അത് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക് ഒരു മാറ്റം നൽകണേ തമ്പുരാനെ. അല്ലാഹു പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്ന ഒരു ജോലി ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അത്തരം ജോലിയിൽപ്പെട്ടവർക്കൊക്കെ നല്ല ഖൈറിലേക്ക് ഒരു മാറ്റം നീ നൽകണേ തമ്പുരാനെ.